യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ അതിപ്രധാനമേറിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് വേഗത്തിൽ പങ്കുവെക്കുകയാണ്. വേഗത്തിൽ ശ്രദ്ധിക്കുക. യോഹന്നാൻ 16:7-8 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. എന്നാൽ ഞാൻ പോയാൽ അവനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. യേശു പറയുകയാണ്, ഞാൻ ഈ ലോകം വിട്ട് പോവുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്കേറെ നന്ന്. എന്തുകൊണ്ടാണ് യേശു പോകുന്നത് ഏറെ നന്ന് എന്ന് യേശു പറഞ്ഞത്? ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഹല്ലേലൂയ. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ കാര്യസ്ഥൻ, കാര്യം നടത്തുന്നവൻ നിങ്ങളുടെ അടുക്കൽ വരും. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്തിനാണ് വരുന്നത് എന്നുള്ള യേശു പറഞ്ഞ അതിപ്രധാനമേറിയ കാര്യമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ചിന്ത ഇതിനകത്തുണ്ട്. അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇതിനു മുമ്പേ ഞാൻ ഈ വചനം സംസാരിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു ചിന്ത മാത്രം ഞാൻ അടർത്തുകയാണ്. ദയവായി ശ്രദ്ധിക്കുക. അവൻ വന്ന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. 9-ാം വാക്യം ശ്രദ്ധിക്കുക. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഹല്ലേലൂയ. 3 കാര്യം യേശു ഇവിടെ പറയുകയാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആദ്യത്തെ വാക്ക് നോക്കുക. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ഞാൻ ഓർമ്മ വരുത്തും. ഓക്കെ. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് അവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. ഇവിടെ 2 കൂട്ടരെ ബോധ്യം വരുത്തുമെന്ന് യേശുനാഥൻ പറയുകയാണ്. 1 വിശ്വസിച്ചവരെ, 2 വിശ്വസിക്കാത്തവരെ. യേശു ദൈവമെന്ന് വിശ്വസിച്ചവരെയും യേശു ദൈവമെന്ന് വിശ്വസിക്കാത്തവരെയും 2 പേരെയും ബോധ്യം വരുത്തുമെന്ന് ഇവിടെ പറയുകയാണ്. വിശ്വസിച്ചവരെ എന്താണ് ബോധ്യം വരുത്തുന്നത്? വിശ്വസിക്കാത്തവരെ എന്താണ് ബോധ്യം വരുത്തുന്നത്? ഇതാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. വിശ്വസിക്കാത്തത് 9-ാമത്തെ വാക്യം നോക്കി. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. ഹല്ലേലൂയ. അവർ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ ലോകവുമാണ്. മുഴുവൻ ലോകവും യേശുവിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. ഹല്ലേലൂയ. ലോകത്തിന് ഒരൊറ്റ പാപം മാത്രമേ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പാപമായി ഇന്ന് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതാ ഞാൻ പറയാൻ ആഗ്രഹിച്ച ചിന്ത. വേഗത്തിലൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരൊറ്റ പാപം മാത്രമേ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പാപമായി ഇന്ന് ലോകത്തിന് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അത് കൊലപാതകമല്ല, അത് മോഷണമല്ല, അത് വ്യഭിചാരമല്ല, അത് മറ്റൊന്നുമല്ല. ലോകത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പാപമായി ചെയ്യാൻ കഴിയുന്ന ഏക പാപം യേശുവിനെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. കാരണം ബാക്കി എല്ലാ പാപങ്ങൾക്കും കാൽവരി ക്രൂശിൽ പരിഹാരം വന്നിരിക്കുന്നു. പക്ഷേ ഈ പരിഹാര ബലിയെ സ്വീകരിക്കാതിരിക്കുക എന്ന പാപം മാത്രമേ ഇനി ലോകത്തിന് ദൈവത്തിന് വിരോധമായി, ദൈവത്തിനെതിരായി ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ബാക്കി വ്യഭിചാരിയോട് ദൈവത്തിൻ്റെ ഭാഷ എന്താണ്? വ്യഭിചാരത്തിൽ ജീവിച്ചവനെ, കൊടിയ പാപിയെ, നീ എൻ്റെ അടുക്കിലേക്ക് വാ, എൻ്റെ രക്തം നിന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് എൻ്റെ മുമ്പിൽ നിർത്തുവാൻ മതിയായതാണ്. ഹല്ലേലൂയ. മോഷ്ടാവിനോട് ദൈവത്തിൻ്റെ വാക്കെന്താണ്? മോഷ്ടാവേ, നിന്നെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. വ്യഭിചാരിയായി പിടിക്കപ്പെട്ടവളെ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയല്ല ചെയ്തത്. അവളോട് പറഞ്ഞ പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലുന്നില്ല, കാരണം നിനക്ക് പാപമോചനം തരുവാൻ ശേഷിയുള്ളവനാണ് ഞാൻ. ആ പാപത്തിന് പോലും പരിഹാരം, വ്യഭിചാരം എന്ന കർമ്മത്തിൻ്റെ പരിഹാരം പോലും യേശുവിലുണ്ട്. ക്രൂശിലെ കള്ളൻ മോഷ്ടാവായി പിടിക്കപ്പെട്ടവനാണ്. കുരിശിലെ കള്ളൻ മോഷ്ടാവായി പിടിക്കപ്പെട്ടവനാണ്. ഒരു തരത്തിലും അവന് ക്രൂശ് മരണത്തിനപ്പുറത്തൊരു ശിക്ഷ കൊടുത്തില്ല റോമ ഗവൺമെൻറ്. പക്ഷേ യേശു എങ്ങനെയാണ് അവനെ കണ്ടെത്തിയത്? യേശു എങ്ങനെയാണ് അവനോട് ഇടപെട്ടതെന്ന് നിങ്ങൾ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. യേശു അവനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്നാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ചുങ്കക്കാരോട് യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? ചുങ്കക്കാരെ ലോകം മുഴുവൻ പാപികളെന്ന് കൂട്ടുമ്പോൾ, വ്യഭിചാരികളെ ലോകം മുഴുവൻ പാപികളെന്ന് കൂട്ടുമ്പോൾ, അവരോട് സംസാരിക്കാൻ ആരും കൂട്ടാകാതെ നിൽക്കുമ്പോൾ യേശു അവരുടെ അടുക്കൽ പോയി അവരോട് സംസാരിക്കുകയും അവരുടെ ഒപ്പം സമയം ചെലവിടുകയും ചെയ്തത് എന്തിനാണെന്നറിയാമോ? യേശുവിന് അറിയാമായിരുന്നു പരിഹാരം വരുത്തേണ്ടിയത്
പാപപ്രകൃതിക്കാണ്, അല്ലാതെ പാപിക്കല്ല. ഹല്ലേലൂയ. പാപിയായത് പാപത്തിലൂടെയാണ്. പാപത്തിന് പരിഹാരം വന്നാൽ ഈ വ്യക്തി പാപമാണ്. ഹല്ലേലൂയ. ഈ വ്യക്തി വെറും പാവമാണ്. അവനെ വിടുവിക്കുവാൻ എൻ്റെ രക്തത്തിന് കഴിയും. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇനി ലോകത്തിന് ദൈവത്തിന് വിരോധമായി ചെയ്യുവാൻ കഴിയുന്ന ഏക പാപം എന്ന് വിശേഷിപ്പിക്കാൻ പോലും എനിക്ക് ആഗ്രഹമുള്ള ഏക പാപമാണ് ദൈവപുത്രനെ തിരസ്കരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ദൈവപുത്രനെ തിരസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം വിശദീകരിക്കുമ്പോൾ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ നീതീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവന് എത്ര വലിയ ശിക്ഷാവിധിയാണുള്ളത് എന്ന് വചനം പറയുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്ന് റോമർ 8:1 പറയുന്നു. യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ യേശുവിൻ്റെ നിർവ്യാജമായ നിഷ്കളങ്കമായ പുണ്യാഹ രക്തത്തെ ഒരു വ്യക്തി വിലയില്ല എന്ന് പറഞ്ഞ്, അതെനിക്ക് പോരാ എൻ്റെ ശുദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് മുൻകാല ശുദ്ധീകരണത്തെ മറന്നുപോയി യേശുവിൻ്റെ രക്തത്തെ വിലയില്ലെന്ന് പറഞ്ഞ് നിലത്തിട്ട് ചവിട്ടുകയും അതിനെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ആ ചെയ്യുന്ന വ്യക്തി ദൈവീക രക്ഷയിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതാ ഞാൻ പിന്നെയും സീരിയസോടെ അതേ വാക്ക് തന്നെ ആവർത്തിക്കുന്നത്. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാപം വേറെ ഒന്നുമല്ല. നിങ്ങളുടെയും എൻ്റെയും ദൃഷ്ടിയിൽ ഒരു മോഷ്ടാവിനെ പിടിക്കപ്പെട്ടാൽ നിങ്ങളും ഞാനും വിരൽ ചൂണ്ടി അവനോട് പറയും, മോഷ്ടാവേ, പാപിയെ. ഹല്ലേലൂയ. പക്ഷെ ദൈവം അവനെ വിളിക്കും, എൻ്റെ രക്തത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിന്നെയും നീതീകരിക്കുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. നീ മോഷ്ടാവായിക്കോട്ടെ, കൊടിയ പാപിയായിക്കോട്ടെ, എത്ര പാപത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിക്കോട്ടെ, കഴുകി വെടിപ്പാക്കി പുതിയ വ്യക്തിയാക്കി ശുദ്ധീകരണം സംഭവിച്ചവനെ പോലെ എനിക്ക് നിന്നെ നിർത്താൻ കഴിയും. കാരണം എൻ്റെ രക്തം സകലം പാപം പോക്കി ശുദ്ധീകരിക്കുന്നു എന്നല്ല വചനം പറഞ്ഞ്. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി. ആ വചനം അറിയാവുന്നവരെ കരം ഉയർത്തി എന്ന് പറഞ്ഞ്, യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ചെയ്യാൻ കഴിയുന്ന ഏക പാപം, ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഗൗരവമായ പാപം, ഏറ്റവും വലിയ പാപം വേറെ ഒന്നുമല്ല, ദൈവപുത്രനെ നിന്ദിക്കുക. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ എല്ലാം ചെയ്ത് രക്ഷണ്യ പ്രവൃത്തി ഒരുക്കി പാപക്ഷമ തന്ന് ക്രൂശിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ തിരസ്കരിക്കുകയല്ലാതെ ഒരു വലിയ പാപം ദൈവത്തിനെതിരെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഈ പാപം ചെയ്യുന്നവരെ നിങ്ങൾ ഈ പാപം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാനാണത്രേ യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ അയച്ചത്. 16-ാം അധ്യായത്തിൻ്റെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഹല്ലേലൂയ. എന്നിട്ടത് 9-ാം വാക്യത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വിശദീകരിക്കുമ്പോൾ പറയുക, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട്, ശ്രദ്ധിച്ചേ, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട്, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട്. ഞാൻ ചോദിച്ചു, ദൈവമേ, എന്താ അവർ ചെയ്ത പാപം? അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട്. അവർ എന്നിൽ വിശ്വസിച്ചില്ല, അതാണ് അവർ ചെയ്ത പാപം. ഹല്ലേലൂയ. അവർ എന്നിൽ, നോക്കിയ വാക്ക്, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും. ഹല്ലേലൂയ. ദൈവപുത്രനായ യേശു ഒരിക്കലായി കാൽവരി ക്രൂശിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞ്, നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ കർത്താവ് ഒരിക്കലായി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഏറ്റവും വലിയ പാപമായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നത് ഈ ദൈവപുത്രനിലൂടെ ഒരുക്കിയ രക്ഷയെ നിന്ദിക്കുക മാത്രമാണ്, അപമാനിക്കുക മാത്രമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, ശ്രദ്ധിച്ചു കേട്ടെ, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും. ശ്രദ്ധിച്ചു കേട്ടെ, 29-ാമത്തെ വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ, നിങ്ങളെ വിശുദ്ധീകരിച്ചത് നിങ്ങളുടെ പ്രവർത്തികളല്ല, തൻ്റെ നിയമരക്തമാണ്. ആ നിയമരക്തം എന്ന പ്രയോഗം അവിടെ കൊടുത്തിരിക്കുന്നത് പുതിയ നിയമ ഉടമ്പടിക്കകത്ത് നിങ്ങൾ കയറിയത് കൊണ്ടാണ്
നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ എന്നത് അർത്ഥമാക്കാൻ വേണ്ടിയാണ് ആ വാക്ക് അവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ദയവായിട്ട് ആ വാക്യം ശ്രദ്ധിച്ച്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നും നിരൂപിക്കുകയും. ശ്രദ്ധിച്ച് കേട്ടെ, എത്ര ഗൗരവമായ ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നതെന്ന്. യേശുവിൻ്റെ യാഗം, ഏകയാഗം, പരമയാഗം, ഒരിക്കലായി എന്നേക്കുമായുള്ള യാഗം പോരാ എന്ന് നിരൂപിക്കുമ്പോൾ പറയണ്ട, ചിന്തിച്ചാ മതി. പിന്നെ ഇപ്പൊ അങ്ങോട്ട് പറയുമ്പോഴേ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുകയല്ലേ എന്ന് വെറുതെ പറഞ്ഞാ മതി. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ, കണ്ടോ എത്ര പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, അടിവര ഇട്ടാട്ടെ, കൃപയുടെ ആത്മാവിനെ, സ്പിരിറ്റ് ഓഫ് ഗ്രേസിനെ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. ഹല്ലേലൂയ. ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ പാപം നമ്മുടെ ലിസ്റ്റിൽ എന്തൊക്കെയാ? മോഷണം, പിടിക്കപ്പെട്ടോ, അടി കിട്ടുവിടാ. വ്യഭിചാരം, അടി കിട്ടുവിടാ. കൊലപാതകം, ദേ അവനെ കണ്ടോ, കൊലപാതകിയാവൻ, വെറുതെ വിടരുത്. ഏത് നിയമവും നിയമപരിരക്ഷകളും ശിക്ഷിക്കുന്നത് ആരെയാണെന്നറിയാമോ? നിയമത്തിന് മുമ്പിൽ പിടിച്ചവനെ. പക്ഷേ ഇവിടെ യേശു പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഹല്ലേലൂയ. കർത്താവേ, ലോകം മുഴുവൻ ശിക്ഷിക്കുന്നത് കാണുന്ന പാപത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും അപകടകരമായ പാപമെന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്ന പാപം ഇന്നിവിടെ കേൾക്കുന്ന ആയിരങ്ങൾ അറിയണമേ. ആ പാപം മറ്റൊന്നുമല്ല, ദൈവപുത്രനെ നിന്ദിക്കുക. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞ യേശുവിനെ നിന്ദിക്കുക, അതിനെ വിലയില്ലെന്ന് കാണുക. ഹല്ലേലൂയ. നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുക. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് വചനം ഉണ്ടായിരിക്കെ, ഹല്ലേലൂയ, ആ വചനം എഴുതപ്പെട്ടിരിക്കെ, ഹല്ലേലൂയ, യേശുവിൻ്റെ രക്തം ഈ ശുദ്ധീകരണം നടത്തുന്നു എന്നറിയാതെ, ഹല്ലേലൂയ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും നമ്മെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര വലിയ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. ഹല്ലേലൂയ. പ്രസംഗകരുടെ എല്ലാം പ്രസംഗം, അല്ലെങ്കിൽ ഞാനടങ്ങുന്ന സമൂഹത്തിൻ്റെ പ്രസംഗം, വ്യഭിചാരിയെ ദൈവം നിന്നെ ശിക്ഷിക്കും. ശരി തന്നെയാ പറഞ്ഞേ. വ്യഭിചാരി വ്യഭിചാരത്തിൽ നിന്ന് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. മോഷ്ടാവ് മോഷണ പ്രവൃത്തികളിൽ നിന്ന് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. അത് യേശുവിൻ്റെ ഉള്ളിൽ വരുന്ന മാറ്റമാണ്. പക്ഷെ ഏറ്റവും അപകടകരമായ പാപം, ക്ഷമിക്കപ്പെടാത്ത പാപം, കാഠിന്യമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് വചനം പറഞ്ഞ പാപം മോഷണമല്ല, കൊലപാതകമല്ല, ഹല്ലേലൂയ, കൽപ്പനാ ലംഘനമല്ല. ഏറ്റവും അപകടകരമായ പാപമെന്ന് വചനം വിശേഷിപ്പിച്ചത് ഇതാണ്: ദൈവപുത്രനെ നിന്ദിക്കുക, നിയമരക്തത്തെ മലിനമെന്നെണ്ണുക, എൻ്റെ രക്ഷ അപൂർണമാണെന്ന് പറയുക. 25% വന്നു, 35% ആയിക്കൊണ്ടിരിക്കുന്നു, 45% ആകും, ഒരു നാൾ 60% ആകും. എൻ്റെ കയ്യിലായിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ചെയ്യാതിരുന്നാൽ 65% ഏണിയും പാമ്പും കളിക്കുന്ന പോലെയാണ്. 99 ഞാൻ ചെയ്ത് കയറും. അവിടുന്ന് ഒരു ദിവസം ചെയ്യാൻ മറന്നു പോകും, പിന്നെയും 1 വരും, പിന്നെയും കട്ടിയിട്ട് ഉരുട്ടി 99-ലെത്തും. ഇത് ഏണിയും പാമ്പും കളിയല്ല, ഒരിക്കലായി എന്നേക്കുമായി നിങ്ങളുടെ രക്ഷ നിങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സത്യം അറിയാതിരിക്കരുത്. ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മാരകകരമായ പാപം, ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരസ്കരിച്ച ദൈവപുത്രനെ സ്വീകരിച്ച് കഠിനമേറിയ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരാകുവാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എന്നിട്ട് യേശു 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞ പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഈ ലോകത്തിലേക്ക് കാര്യസ്ഥനെ ദൈവം അയക്കുന്നു എന്ന് പറയുന്നു. എന്തിനാണ് കാര്യസ്ഥനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്? കാര്യസ്ഥനെ ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം അവിടെ വിശദീകരിക്കുകയാണ്. വേറൊന്നുമല്ല ഉദ്ദേശം. ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തണം. ഏത് പാപത്തെക്കുറിച്ച്? ദൈവപുത്രനെ സ്വീകരിച്ചില്ല
എന്ന ഭാവത്തെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തണം. അതിനു വേണ്ടിയാണ് പരിശുദ്ധ ആത്മാവിനെ താണഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ദൈവം പുത്രൻ യേശു കരേറിപ്പോയി പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ ഉദ്ദേശം യേശു പുറത്ത് നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവോ പുറത്ത് നിന്ന് സംസാരിക്കുകയല്ല. നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങൾ ചെയ്ത കഠിനമേറിയ ഈ പാപങ്ങൾ എന്ന പ്രയോഗവും പാപം എന്ന പ്രയോഗവും നിങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു പഠിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയത്തെ വിശദീകരണം കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പാപങ്ങളെ എന്നല്ല. ഹലോ, ദയവായി ശ്രദ്ധിക്കുക. പാപത്തെ എന്നാണ്, പാപങ്ങളെ എന്നല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെന്ന് തോന്നുന്നു. 16-ാം അധ്യായം ഒന്നുകൂടെ എടുത്തേ. യോഹന്നാൻ 16-ലെ വാക്യം ഒന്ന് വായിച്ച മക്കളെ. യോഹന്നാൻ 16-ലെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യെസ്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ യേശു പറയുന്നു, 8-ാമത്തെ വാക്യം നോക്കി, അവൻ വന്ന് പാപങ്ങളെ കുറിച്ചെന്നല്ല. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കും. അവൻ വന്ന് പാപങ്ങളെ കുറിച്ച് ആണോ? അല്ല, പാപത്തെക്കുറിച്ച്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏകവചനമാണ്, ബഹുവചന പ്രയോഗമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ വന്ന്, പരിശുദ്ധാത്മാവ് വന്ന് പാപങ്ങളെ കുറിച്ച് എന്നല്ല. പാപം സിംഗുലർ ഫോമിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലൂറൽ ഫോമിലല്ല. നിങ്ങൾ നോക്കിക്കേ, ഇംഗ്ലീഷോ മലയാളമോ ഗ്രീക്കോ ഏത് ഭാഷ വേണേലും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. അവിടെ സിൻസ് അല്ല, സിന്നാണ്. വാട്ട് ഈസ് ദ സിൻ? യു റിജക്ട് ദ സേവിയർ, ദാറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് സിൻ. യു ഡിഡ് അഗൈൻസ്റ്റ് ഗോഡ്. ദൈവത്തിനെതിരെ ചെയ്ത ഏറ്റവും വലിയ പാപം ഇതാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചിട്ടും നിങ്ങൾ അവനെ വിശ്വസിച്ച് രക്ഷയും പാപമോചനവും പ്രാപിച്ചില്ല. ഇതാണ് ഏറ്റവും വലിയ പാപം. ഹല്ലേലൂയ. അതാണ് അവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, അവൻ വന്ന്, and when he come he will reprove the world of sin. He will reprove, he will prove. എന്നാ, what is the meaning of proof? തെളിയിക്കുക. റിപ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വീണ്ടും തെളിയിക്കുക. he will again prove. അതിന് reprove. he will reprove the world of sin. ലോകത്തെ അവര് ചെയ്ത വലിയ പാപം ബോധ്യപ്പെടുത്തും. ബാമനെ, അതൊന്ന് ഒരാളെ നിർത്തിക്കൊണ്ട് പറയാം. ഏറ്റവും വലിയ സീരിയസ് സിൻ ലോകം ചെയ്തത് ലോകത്തെ ബോധ്യപ്പെടുത്തും. വാട്ട് ഈസ് ദ സീരിയസ് സിൻ? എന്താണ് ലോകം ചെയ്ത ഏറ്റവും വലിയ പാപം? ദൈവപുത്രനെ അംഗീകരിച്ചില്ല, ദൈവപുത്രനെ സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ സത്യം എല്ലാവരും അറിയണം പ്രിയമുള്ളവരെ. കാരണം മോഷ്ടാവിനെ വിളിക്കുന്നു, വാ നിനക്ക് ഞാൻ രക്ഷ തരാം. കൊലപാതകനെ വിളിക്കുന്നു, വാ ഞാൻ നിനക്ക് രക്ഷ തരാം. ക്രൂശിൽ കിടന്നു പോലും അവിടുന്ന് ചെയ്ത അതാണ്. കള്ളനോട് പറഞ്ഞില്ലേ, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. യേശു പറഞ്ഞ വാക്കാണ്. കള്ളനോട് പോലും ക്ഷമിക്കാൻ, കൊടിയ പാപിയോട് പോലും ക്ഷമിക്കാൻ അവിടുന്ന് തയ്യാറാണ്. പക്ഷെ അവിടുന്ന് വിരൽ ചൂണ്ടുന്നു, ഒരു വലിയ അപരാധം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും എനിക്ക് നേരെ. അയ്യോ, എന്താ കർത്താവേ അപരാധം? ഞാൻ എൻ്റെ പുത്രനെ താണഭൂമിയിലേക്ക് അയച്ചിട്ടും ആ പുത്രനിലൂടെ സൗജന്യമായ രക്ഷ തന്നിട്ടും നിങ്ങളുടെ രക്ഷയ്ക്കുള്ളത് മുഴുവൻ ക്രൂശിൽ അടിപ്പിണരാൽ ചെയ്ത് കഴിഞ്ഞിട്ടും അതിനെ റിജക്റ്റ് ചെയ്യാം. ഹല്ലേലൂയ. എന്നാ ഈ പറയുന്നതിൻ്റെ ആശയം? ഒന്ന് ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. എന്താ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം? ഒരു വലിയ വാട്ടർഫോൾ കാണുക, ഒരു വലിയ വെള്ളച്ചാട്ടം. ഓക്കെ, വലിയ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങളൊരു പാത്രവും കൊണ്ട് ചെല്ലുകയാണ്. എന്തോ സംഭവിക്കും? സ്വാഭാവികമായി എന്ത് സംഭവിക്കും? നിങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കിലേക്ക് ആ പാത്രവും തുറന്നു വെച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകത്ത് ആ പാത്രം നിറഞ്ഞു കവിയും. നിങ്ങൾക്ക് കയ്യിൽ അതിൻ്റെ വെയിറ്റ് പോലും താങ്ങാൻ പറ്റാത്ത നിലയിൽ അത് നിറഞ്ഞു കവിയും അല്ലേ? ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കിലേക്ക് പാത്രം കൊണ്ട് ചെന്നിട്ടുള്ളവർക്കറിയാം അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അതേസമയം ആരോ പറയുന്നു, ബ്രദർ എൻ്റെ പാത്രം നിറയുന്നില്ല. എടാ, എല്ലാവരുടെയും പാത്രം നിറയുന്നു, നിന്റെ പാത്രം മാത്രം എന്നാ നിറയാത്തേ? സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹം പാത്രം കമത്തി പിടിച്ചിരിക്കുകയാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ സ്നേഹിച്ച് മാനവജാതിയുടെ മുഴുവൻ പേരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം പുത്രനായ യേശുവിനെ അയച്ചു.
ഞാൻ കലം കമത്തി വെച്ചിരിക്കുക. എന്നിട്ട് പറയുകയാണ്, അയ്യോ എൻ്റെ കലത്തിൽ മാത്രം വെള്ളമില്ല, അടുത്തിരിക്കുന്ന ആൾക്ക് കിട്ടി, ഇപ്പുറത്തിരിക്കുന്നവർക്ക് കിട്ടി, അപ്പുറത്തിരിക്കുന്നവന് കിട്ടി, എനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. കിട്ടാത്തതിൻ്റെ കാര്യം ഇന്ന് അതൊന്ന് തുറന്നാട്ടെ, ആ അടപ്പൊന്ന് തുറന്നാട്ടെ, കമത്തി വെച്ചിരിക്കുന്ന ഒന്ന് തുറന്നു പിടിച്ചാട്ടെ, ഒന്ന് മലർത്തി വെച്ചാട്ടെ. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവേ, ആ ഒഴുക്കിനകത്തേക്ക് ഒഴുകുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ആദം എന്ന് ഗോകുൽ ബ്രദർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോമാലേഖനമാകട്ടെ ഇതര ലേഖനങ്ങളാകട്ടെ, ലേഖനങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് പാപങ്ങളെ അല്ല, പാപത്തെയാണ്. ഹല്ലേലൂയ. ഏകന്റെ ലംഘനത്താൽ, അത് നിങ്ങളൊന്ന് അറിയണം എൻ്റെ പ്രിയമുള്ളവരെ, ഏകന്റെ ലംഘനത്താൽ പാപങ്ങൾ എന്നല്ല, പാപം, ആഡമിക് സിൻസ് എന്നല്ല പറയുന്നത്, ആഡമിക് സിൻ, ആദാമ്യ പാപങ്ങൾ എന്നല്ല പറഞ്ഞത്, ആദാമ്യ പാപം. എവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ അടിവരയിട്ട് പോയി പഠിച്ചു നോക്കിയോ. ഞാൻ ഈ പഠന ശൃംഖലയിൽ തന്നെ ഏതാണ്ട് 212 സിംഗുലർ ഫോമിൽ പാപം 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 എന്ന് യൂസ് ചെയ്തിരിക്കുന്ന പദങ്ങൾ പഠിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം കണക്കിട്ട, ദൈവത്തിൻ്റെ മുമ്പിൽ അപരാധമായി നിൽക്കപ്പെട്ട ഏക പാപം ആദാമ്യ പാപമാണ്. ആ പാപത്തിനാണ് കാൽവരി ക്രൂശിൽ പരിഹാരം വന്നത്. ആ പാപത്തിൻ്റെ തുടർമാനമാണ് ഇന്നുള്ള പാപങ്ങളെല്ലാം. പാപം കയറിയത് കൊണ്ടാണ് പാപങ്ങൾ ഉണ്ടായത്. എത്ര പേർക്ക് മനസ്സിലായി? കരമുയർത്തി ഒന്ന് യേശുവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്നാൽ ഇന്നിത് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പാപത്തിൽ തുടരാൻ കഴിയും. എങ്ങനെയാണെന്നറിയോ? ദൈവപുത്രനെ സ്വീകരിക്കാതെ. ഇങ്ങനൊരു വശം അറിഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ? അറിയണം. അതാണ് ആ വാക്യത്തിൻ്റെ ആശയം. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം വായിക്കാം. അവൻ വന്ന്, 8ാമത്തെ വാക്യം അല്ലേ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, കണ്ടോ, he will reprove the world. And when he come, he will reprove the world of sin and righteousness and of judgment. ദൈവ മക്കൾക്ക് നീതിയെക്കുറിച്ച് ബോധം വരുത്തും. എന്താ കാര്യം എന്നറിയോ? യേശു പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നേ പിന്നെ ലോകത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മുമ്പിൽ പാപികളല്ല, നീതിമാന്മാരാണ്. ആ ബോധ്യം വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കും. ഞാനത് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഇനി അത് സംസാരിക്കാൻ പോകുന്നില്ല. പരിശുദ്ധാത്മാവ് വന്ന് യേശുവിനെ വിശ്വസിക്കുന്ന ഈ മകൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും, യേശുവിനെ വിശ്വസിച്ച നീ നീതിമാനാ, യേശുവിനെ വിശ്വസിച്ച നീ നീതിമാനാ, യേശുവിനെ വിശ്വസിച്ച നീ നീതിമാനാ. ദൈവം മകനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ലോകത്തിലെ മനുഷ്യനോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കും? എടാ നീ ഒരു വലിയ പാപം ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ലോകത്തിലെ മനുഷ്യൻ പറയും, കർത്താവേ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, യേശുവേ ഞാൻ മോഷ്ടിച്ചിട്ടില്ല, കർത്താവേ ഹല്ലേലൂയ. ഇതാ ചുങ്കക്കാരൻ്റെയും പാപിയുടെ അടുക്കൽ പോയി യേശു പറഞ്ഞ പദത്തിൻ്റെ ആശയം. ചുങ്കക്കാരൻ നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവ് ഞാൻ ഇവനെ പോലെ അല്ലല്ലോ, ഞാൻ ഇവനെ പോലെ അല്ലായികയാൽ നിന്നെ സ്തുതിക്കുന്നു. അതെന്നെ അങ്ങനെ പറഞ്ഞേ? ഞാനോ ഇട്ടിരിക്കുന്ന ഉടുപ്പ് നോക്ക്, പറയുന്ന ഗ്ലോറി ഹല്ലേലൂയ ഒക്കെ കേക്ക്. ഹല്ലേലൂയ. ആമേ. ആഴ്ചയിൽ 3 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നു. ഇവനോ ചുങ്കക്കാരൻ, പാപി. ഹല്ലേലൂയ. പക്ഷെ മിനിറ്റുകൾ കഴിഞ്ഞപ്പം ചുങ്കക്കാരൻ നീതിമാനുമായി, നീതിമാൻ പാപിയായി. ഹല്ലേലൂയ. എന്നാ കാര്യമെന്നറിയാമോ? ഇവൻ യേശുവിലൂടെയുള്ള രക്ഷ സ്വീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ ആ വന്നിരിക്കുന്ന ചുങ്കക്കാരൻ പറഞ്ഞു, എൻ്റെ പൊന്ന് പിതാവേ, അങ്ങോട്ട് നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, ഞാൻ കരുണയ്ക്ക് വേണ്ടി കേഴുന്നു, ഞാൻ കൃപയ്ക്ക് വേണ്ടി കേഴുന്നു. നിന്റെ കൃപ എന്നെ വന്ന് രൂപാന്തരപ്പെടുത്തിയാൽ ഞാൻ രൂപാന്തരം പ്രാപിക്കും. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ചുങ്കക്കാരൻ നീതിമാനായിട്ട് വീട്ടിൽ പോയി, നീതിമാൻ എന്ന് നടിച്ചു വന്നവൻ പാപിയായിട്ടും വീട്ടിൽ പോയി. ഏതാ പാപം? ഏതാ പാപം? ഏതാ പാപം? ഇനി എന്നോട് ചേർന്ന് പറ, ഏതാ പാപം? അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, ഏതാ പാപം? ഏതാ പാപം? ദൈവപുത്രനെ സ്വീകരിക്കാതിരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറ, ഏറ്റവും വലിയ പാപം. ഉച്ചത്തിൽ പറ, ഏറ്റവും വലിയ പാപം ദൈവപുത്രനെ, കൈയൊക്കെ താ, ദൈവപുത്രനെ സ്വീകരിക്കാതിരുന്നതാ ഏറ്റവും. ബാക്കി എല്ലാം ശ്രമിക്കും. ഇന്ന് നീ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നീ പറഞ്ഞേക്കാം, കർത്താവേ ഞാനൊരു വ്യഭിചാരിയാണ്, ദൈവത്തിന് നിന്നോടുള്ള മനോഭാവം എന്നറിയോ? വാ മോനെ, എൻ്റെ രക്തത്താൽ ഞാൻ നിന്നെ കഴുകാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ പറയും, ഞാൻ മോഷ്ടാവാ, ഞാൻ ഒരു ബാങ്കിൻ്റെ ലോക്കർ കുത്തി തുറന്നിട്ടുണ്ട്. ഇല്ലല്ലോ അല്ലേ?
ഹല്ലേലൂയ. ഞാൻ വലിയ അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ വരുന്നത്. കർത്താവ് ഈ മനുഷ്യനോട് പറയുന്നത് എന്നാണെന്നറിയോ? മോനെ, ലോകം നിന്നെ ശിക്ഷ വിധിച്ചേക്കാം, പക്ഷേ ഞാൻ നിന്നോട് ക്ഷമിച്ചു. ഹല്ലേലൂയ. കാരണം ഇവൻ ചെയ്ത ഈ അപരാധത്തിന് വേണ്ടിയാ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. കരമടിച്ച് ആ കുരിശ് ഒന്ന് നോക്കിക്കൊണ്ട്, ആ കുരിശയിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, യേശുനാഥ, എനിക്ക് വേണ്ടി മരിച്ചതിന് നന്ദി. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. എന്നാൽ ഇന്നൊരു വലിയ ഗൗരവമായ പാപം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ലോകരാജ്യങ്ങൾ ഇന്ന് തന്നെ ഈ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് ഞാൻ പറയട്ടെ, ഒരു പാപം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇന്ന്. ആ ചെയ്യാൻ പറ്റുന്ന പാപം, ആ പാപത്തിൽ നിങ്ങൾക്ക് തുടരാനും പറ്റും. ആ ചെയ്യാൻ പറ്റുന്ന പാപം ഇതാണ്. അത് മാത്രമാണ് ദൈവം വിരോധമായി, ദൈവം വെറുക്കുന്ന പാപം, കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്നും ദൈവം പറഞ്ഞ പാപം. ആ പാപം മറ്റൊന്നുമല്ല, ദൈവപുത്രനെ നിന്ദിക്കുകയും നമ്മെ നീതീകരിച്ച നിയമരക്തത്തെ മലിനമെന്നുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർ ഇത്ര വലിയ കഠിന ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് വിചാരിപ്പിൻ. ഹല്ലേലൂയ. എത്ര പേര് പറയും, ഇല്ല, ആ പാപം ചെയ്യാൻ ഞാൻ തയ്യാറല്ല, ഞാൻ ഇന്ന് ദൈവപുത്രനെ തിരസ്കരിക്കുകയല്ല, എൻ്റെ ഉള്ളു തുറന്ന് ദൈവപുത്രനായ യേശുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഈ പാപം ചെയ്യുവാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് രാത്രി യേശു എന്ന ദൈവപുത്രനെ ഉള്ളം കൊണ്ട് ദൈവമെന്ന് വിശ്വസിച്ച് എൻ്റെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നവർ ആ രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ശക്തിയോടെ ആ രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ഉയർത്താന്നിടത്തോളം ഉയർത്തിപ്പിടിക്കുക. കണ്ണുകളെ തുറക്കുക, ഉയർത്തിപ്പിടിക്കുക. എന്നോട് ചേർന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ വാക്കുകളെ ഏറ്റുചൊല്ലുക. യേശുനാഥ, കരം രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുക, യേശുനാഥ. ഏറ്റുചൊല്ലുക ഈ പ്രാർത്ഥനയുടെ വാക്കുകൾ. യേശുനാഥ, എൻ്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ കരേറിയവനെ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനെ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷിതാവും എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവുമായി. എല്ലാ മക്കളും കരങ്ങളെ രണ്ട് ഉയർത്തിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചാട്ടെ. യേശുവേ, യേശുവേ, ക്രൂശ് മരണത്തെ ചങ്കിലെ ചോര ചീന്തി എന്നെ രക്ഷിച്ച ക്രൂശ് മരണത്തെ തിരസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് രാത്രി യേശു എന്ന ദൈവത്തെ, ഏക ദൈവത്തെ, സത്യദൈവത്തെ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി എന്റെ ഉള്ളത്തിലേക്ക് ഇപ്പോൾ തന്നെ യേശുവേ ഞാൻ സ്വീകരിക്കുന്നു. ആ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയാന്ന് രണ്ട് കരവും ഉയർത്തിക്കൊണ്ട് ഞാൻ ഏറ്റെടുത്ത് വിളിച്ചു പറയുന്നു. യേശുനാഥ, യേശുവേ, എന്റെ ഉള്ളിലേക്ക് വരണമേ. അങ്ങയുടെ മകളാക്കി, അങ്ങയുടെ മകനാക്കി ഇന്ന് രാത്രി യേശുവേ എന്നെയും തീർക്കണമേ. അങ്ങന്റെ രക്ഷിതാവെന്ന്, അങ്ങന്റെ കർത്താവെന്ന് എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ, എന്റെ ഉള്ളിലേക്ക് വരണമേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി വീശിക്കൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ആ കരങ്ങളെ ഉയർത്തി വീശിക്കൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കാം. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി? ബിജുവിന് മനസ്സിലായി? ഒന്ന് പറഞ്ഞേ മതി, വന്നേ ഒന്ന് പറഞ്ഞേ. ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം ഒന്ന് പറഞ്ഞേ. നിനക്ക് എങ്ങനെ മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. സാധാരണക്കാരന്റെ പ്രതിനിധിയായെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നമ്മളെ യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. കാരണം ബാക്കി എല്ലാ പാപങ്ങൾക്കും കാൽവരി ക്രൂശിൽ പരിഹാരം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം ഈ മെസ്സേജ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വീണിട്ടുണ്ട്? അടുത്തിരിക്കുന്ന ആൾ നിങ്ങൾ മനസ്സിലാക്കിയതൊന്ന് പറഞ്ഞേ. കാഷ്വൽ ആയിട്ടൊന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞേ. ഒരൊറ്റ പാപമാണ് പരിഹരിക്കപ്പെടാത്ത പാപം. പറഞ്ഞേ. ഒരാളോട് പറഞ്ഞു, ഒരൊറ്റ പാപമാണ് പരിഹരിക്കപ്പെടാത്ത പാപം. ആ പാപം മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. ഈ ദൈവപുത്രന്റെ ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെ തിരസ്കരിക്കുകയാണ്. ക്രൂശിൽ യേശു ഒന്നും ചെയ്തു കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം. ഏറ്റവും വലിയ നല്ല കാര്യം എന്നറിയോ? ചങ്കിലെ ചോര കൊണ്ട് എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി എല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. കരങ്ങളെ അടിച്ചുകൊണ്ട് ആത്മനാഥനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ.
ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ. അവിടുത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കേ. എന്റെ യേശുവേ എന്ന് വിളിച്ചോണ്ട് സ്തുതികൾക്ക് യോഗ്യനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ. സൈന്യത്തിൻ നാഥനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ. ദേവാദി ദേവനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ. സീരിയസ് ഇന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാട്ടോ. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു അപേക്ഷയാണിത്. ഈ പാപം ആരും ചെയ്യല്ലേ, പ്ലീസ്. ഈ പാപം ആരും ചെയ്യല്ലേ. തിരസ്കരിക്കരുതേ, സ്വീകരിച്ചാട്ടെ. തിരസ്കരിക്കരുത്, സ്വീകരിച്ചാട്ടെ. വിളിച്ചു പറഞ്ഞാട്ടെ, യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തയ്യാറായിക്കോ രോഗികളെ. ഇന്ന് രോഗികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന മക്കളെ തയ്യാറായിക്കോ. നിങ്ങൾക്ക് നിത്യജീവനും നിങ്ങൾക്ക് രോഗസൗഖ്യവും നിങ്ങൾക്ക് പരമാനന്ദവും തരാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ പാരിലേക്ക് ഇറങ്ങി വന്നത്. ഈ ഒരൊറ്റ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളെ സൗഖ്യമാക്കാൻ എനിക്കോ ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റത്തില്ല. പക്ഷെ ഈ യേശുനാഥന്റെ കരം ഇന്ന് നിങ്ങളെ വന്ന് തൊട്ട് സൗഖ്യമാക്കുക തന്നെ ചെയ്യും. നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. അവിടുത്തെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചിറങ്ങുക തന്നെ ചെയ്യും. നിങ്ങൾ ആരായിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ കൊടിയ പാപി ആയിക്കോട്ടെ, ഇന്നിവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും, അയ്യോ എനിക്കിവിടെ ഇരിക്കാൻ പോലും യോഗ്യതയില്ലെന്ന്. പക്ഷെ നിങ്ങളെ ഇന്ന് കഴുകി ശുദ്ധീകരിച്ച് ആള് മാറ്റിയട്ടെ. ഈ കർത്താവിന്റെ കരം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയുള്ളൂ. കരമടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. യേശുവെന്ന് വിളിച്ച് മഹത്വം കൊടുത്തു. ആ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കാണാൻ കഴിയുന്നു. ആ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവെന്ന് വിളിച്ചു. ഇന്ന് രോഗികളായിട്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, ആ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ ഇളകിപ്പോന്നു. അതിനെ എഴുന്നേപ്പിച്ച് നിർത്തിക്കും. രോഗശക്തികൾ ആ ശരീരത്തിൽ നിന്ന് ഇളകുക. ഇറക്കിക്കൊണ്ടുവാ. നിങ്ങളെല്ലാരും കണ്ടോണേ, പൈശാചിക ബാധകൾ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങി തുടങ്ങുന്നു. അഴിഞ്ഞു പോ. യേശുവിന്റെ രക്തം തന്റെ മകളെ കഴുകുന്നു. അവളെ വെടിപ്പാക്കുന്നു, അവളെ ശുദ്ധീകരിക്കുന്നു. കരമടിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുലമോ കുടുംബമോ ഒന്നും നോക്കാതെ അനേകരെ വിടുവിക്കുന്ന സ്നേഹത്തിന്റെ കരം, കാരുണ്യവാനായ യേശു. ഹല്ലേലൂയ. മതമോ ജാതിയോ വംശമോ ഒന്നും നോക്കാതെ വിശ്വസിക്കുന്നവരുടെ ദൈവമായി വിളിച്ചേ. അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഒന്ന് വിളിച്ചേ. നിങ്ങളെ വിടുവിക്കാൻ അവിടുത്തേക്ക് കഴിയും. നിങ്ങളെ രക്ഷിക്കാൻ അവിടുത്തേക്ക് കഴിയും. എത്ര വലിയ പാപത്തിന്റെ ചങ്ങലയും പൊട്ടിച്ച് നിങ്ങളെ വിടുവിച്ചെടുക്കാൻ യേശുവിന് കഴിയും. കാരണം അവിടുന്ന് ഏക സത്യ ദൈവമാണ്. അവിടുന്ന് ജീവിക്കുന്ന സത്യ ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞവനാണ് അവിടുന്ന്. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ യേശുവേ എന്ന് വിളിച്ചു. സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് ഒത്തിരി മക്കൾ സൗഖ്യമാകുന്നു. ഒരുപാട് പേര് ഈ പ്രദേശത്ത് സൗഖ്യമാകുന്നു. യേശുവേ എന്ന് വിളിച്ചു. രോഗങ്ങളെ ഇളകി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരങ്ങളിൽ നിന്ന് രോഗങ്ങൾ ഇളകി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ സൗഖ്യത്തെ അയക്കുകയാണ്, ഞാൻ എൻ്റെ വിടുതലിനെ അയക്കുകയാണ്, ഞാൻ എൻ്റെ അത്ഭുതത്തെ അയക്കുകയാണ്. ഞാൻ ജീവിക്കുന്ന ദൈവമെന്ന് ഇന്നിവിടെ വെളിപ്പെടുത്തുകയാണ്. വിളിക്കുക, അവിടുത്തെ നാമത്തെ വിളിക്കുക. വായി തുറന്ന് വിളിക്കുക. സൗഖ്യങ്ങളെ സ്വീകരിക്കുക, അത്ഭുതങ്ങളെ സ്വീകരിക്കുക, വിടുതലുകളെ സ്വീകരിക്കുക. യേശുവേ എന്ന് വിളിക്കുക. ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുന്നു,
എനിക്ക് കാണാൻ കഴിയുന്ന ആ പുറകിൽ വരെ ഇങ്ങനെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഈ സമയത്ത് രോഗികളും പീഡിതരുമായിരിക്കുന്ന മക്കള്, നിങ്ങൾ അങ്ങോട്ട് യേശുവേ അങ്ങ് ഉള്ളു തുറന്ന് വിളിച്ചോ കേട്ടോ. ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാമോ? രോഗപീഠകളാൽ വലയുന്ന മക്കള്, നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് നിങ്ങളുടെ കരം അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് എൻ്റെ യേശുവേന്ന് ഉള്ളിൽ നിന്നൊരു വിളിക്കാമോ? വർഷങ്ങൾ പഴകിയ ഈ സഹോദരനെ യേശു, ബ്രദറെ നിങ്ങളുടെ കാല് സൗഖ്യമാണ്. നിങ്ങളുടെ കാല് സൗഖ്യമാണ്. മുട്ടിന്, ഈ മകന്റെ മുട്ടിന് താഴെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. എന്നെ പറ്റിയതാ ഇത്. എത്ര വർഷമായി? 6-7 വർഷത്തിൽ കൂടുതലായി. എന്റെ സഹോദര, അവിടുത്തെ മഹത്വം നിങ്ങളുടെ എഴുന്നേറ്റോ ഇങ്ങോട്ട് കയറി നിന്നു. ഇവന്റെ 12ാമത്തെ വയസ്സ് മുതൽ ഇവന്റെ പിന്നാലെ നടന്ന് ഭയം കൊണ്ട് ഈ മകനെ ദണ്ഡിപ്പിക്കുന്ന ദുരാത്മാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അഴിയ. ദാണ്ടെ ആ ശരീരത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോവാ. നിങ്ങൾ എല്ലാവരും കണ്ടോണം. കരമടിച്ച് യേശുവിനെ, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോ. അഴിയട്ടെ. ഇന്ന് ഇവിടെ വെച്ച് ആ കാലിലേക്ക് കർത്താവിന്റെ മഹത്വം അടിക്കുന്നു. ഇയാളുടെ കാലിപ്പോ പുതിയതാക്കപ്പെടുന്നു. ചുറ്റി കെട്ടിവെച്ചിരിക്കുന്ന ഞരമ്പുകളുടെ കെട്ടഴിയുന്നു. യേശുവിന്റെ ജീവൻ ആ ശരീരത്തിലേക്ക് അടിക്കുന്നു. ജീവൻ അടിച്ചു കയറട്ടെ, ശക്തി അടിച്ചു. ആ ജീവൻ അടിച്ചു കയറട്ടെ, സമൃദ്ധമായ ജീവൻ ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ. ഈ മകന്റെ ആ ചുറ്റിക്കെട്ടുകളെ യേശു അഴിച്ചു വിട്ടിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിനെ മഹത്വം. ഇയാളെ മാത്രമല്ല കേട്ടോ, യേശുവേന്ന് ഒന്ന് വിളിച്ചോ. യേശുവേന്നൊന്ന് വിളിച്ചോ. ഒറ്റ വിളി അങ്ങ് ഉള്ളിൽ നിന്ന് വിളിച്ചോ. ഞാൻ ഈ നിൽക്കുന്ന ഈ പൊസിഷൻ മുതൽ ഏതാണ്ട് ആ തെങ്ങ് വരെയുള്ള പൊസിഷനകത്ത് 5 ആസ്മ രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. 5 ആസ്മ രോഗികൾ സൗഖ്യം. ഈ പൊസിഷനകത്ത് ആ തെങ്ങിനും ഈ തെങ്ങിനും ഇടയിലുള്ള ഈ ഇടയില് 5 ആസ്മ രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. വ്യക്തമായിട്ട് ഞാൻ കാണുന്നു. 5 പേരുടെ മേലിപ്പോൾ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് കേവലം ഒരു ആസ്മയല്ല, ആസ്മ കൊണ്ട് വർഷങ്ങളായിട്ട് ജീവിതം നശിച്ചവർ, ആ സ്ഥിതിയിലുള്ള മക്കൾ സൗഖ്യമാവുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ സൗഖ്യമാവും. ആ മകളെ എഴുന്നേൽപ്പിച്ചു. യേശു എന്നോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ചോദിക്കട്ടെ സഹോദരി, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് ആസ്മയുണ്ടോ? ഉണ്ട്. എത്ര വർഷമായി ആസ്മയുണ്ട്? 12 വർഷം. ഇതാ ഒരാള്. ഇനി 4 പേരൂടെ ഉണ്ട്. അവര് 4 പേരും ഈ മിനിറ്റുകളിൽ സൗഖ്യമാകും. അവര് 4 പേരുടെ മേലും ദൈവശക്തി അടിക്കും. ഈ മകളെ കൊണ്ട് ഇറക്കി നിർത്തിക്കോ. ഒരു ഭയങ്കര ദൈവശക്തി വന്നവളുടെ ശരീരത്തിലേക്ക് അടിക്കാൻ പോവാ. നിങ്ങളെല്ലാരും കണ്ണു തുറന്ന് കണ്ടോണം. കണ്ണു തുറക്കൂ, ഇങ്ങോട്ട് നോക്കൂ. പ്രിയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു കാൽവരിയുടെ ഉന്നതത്തിൽ ഇവളുടെ രോഗം വഹിച്ച് മരിച്ചിരിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോ
ആസ്മയ്ക്ക്. ഓ, ദാണ്ട് അഴിയുന്നു, ദാണ്ട് അഴിയുന്നു. ആസ്മ പൊട്ടി വീഴുന്നു ആ ശരീരത്തിൽ നിന്ന്. ഇറങ്ങ 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 ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ. 12 വർഷത്തെ ചങ്ങലകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് യേശു പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ട് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഇനി 4 പേർ ഈ സ്പോട്ടിനകത്തുണ്ട്. ആ 4 പേരും വേണമെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു, കാരണം ഞാൻ കണ്ടുപിടിച്ചെടുക്കണേ, സമയം പോവും. ആസ്മയാൽ ഭാരപ്പെടുന്ന 4 പേരുടെ ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. ആ 4 പേരും വേഗത്തിൽ എഴുന്നേറ്റോ. അവർക്ക് വേണ്ടി മാത്രം, അവര് മാത്രം, എല്ലാവരും കൂടെ എഴുന്നേക്കണ്ട. ആസ്മയുടെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന 4 പേരുടെ ഈ കോമ്പൗണ്ടിലുണ്ട്. ആ 4 പേരും മാത്രം, ദയവായിട്ട് എല്ലാവരും കൂടെ എഴുന്നേക്കരുത്. ആ 4 പേരും മാത്രം ഇപ്പൊ എഴുന്നേറ്റോ. നിങ്ങൾ സൗഖ്യമാകാൻ പോവാം. ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് എത്ര വർഷമായി തുടങ്ങിയിട്ട്? 10 വർഷം. ആ അമ്മയ്ക്ക് എത്ര വർഷമായി തുടങ്ങിയിട്ട്? കേട്ടില്ല 5 വർഷം. ജീസസ്. ഇനി 2 പേരൂടെ ഇതേ അസ്വസ്ഥത. യെസ് സഹോദരി, അവിടെ ഇരുന്ന് യേശുവേ എന്ന് നീ വിളിച്ചോ. ഇനി ഒരാൾ കൂടെ ഈ വിഷയത്തിൽ ഭാരപ്പെട്ട് ഇന്ന തിരിപ്പുണ്ട്. യെസ്, ആ വ്യക്തിയും കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ 4 പേരുടെ മേലും ഇപ്പോൾ ദൈവശക്തി വന്ന് അടിക്കാൻ പോകുന്നു. വിശ്വസിക്കുക. ടച്ച്. ഓഫ്. മക്കളെ എങ്ങോട്ട് ഓടിച്ചെന്നടാ. യേശു ആ മകളെ സൗഖ്യമാക്കും. കർത്താവ്. ഓഫ്. വേണ്ടേ വേണ്ടേ, എന്റെ നെഞ്ചിനകത്തുനിന്ന് കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. പിടിച്ചോണേ. ടച്ച്. ഓ, യേശുവിന്റെ മഹത്വം അടിക്കുന്നു. ഒരാളുടെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചോ. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല. ദൈവശക്തി ആ ശരീരത്തിലേക്ക് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ്ട് ആ നിൽക്കുന്ന സഹോദരി, ആ ചുമല ഷോൾ ഇട്ട സഹോദരി ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക. മകളെ തയ്യാറായിക്കോ. Power of Jesus. പ്രസവിച്ചിട്ട് അന്ന് തുടങ്ങിയതാ. നിന്നെ സൗഖ്യമാക്കാതിരിക്കാൻ യേശുവിന് പറ്റത്തില്ല. അവളെ ഇറക്കി നിർത്തിക്കേ. ഓ, ഓ, കർത്താവിന്റെ മഹത്വം ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതത്തിന്റെ ദൈവം ഇന്ന് ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. ഉറക്കെ വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. വായി തുറന്ന് വിളിച്ചോ. അവിടുന്ന് ഇപ്പൊ സമീപസ്ഥന നിങ്ങളുടെ അടുക്കൽ ഇപ്പൊ വന്നിരിക്കുക. നിങ്ങളെ തൊടാൻ, നിങ്ങളെ സൗഖ്യമാക്കാൻ അവിടുന്ന് ഇവിടെ വന്നിരിക്കുക. ഉള്ളു തുറന്ന് വിളിച്ചോ. ഇത് സൗഖ്യങ്ങളുടെ സമയം, ഇത് അത്ഭുതത്തിന്റെ സമയം, ഇത് വിടുതലിൻ സമയം, ഇത് വിടുതലിൻ നേരം. യേശുവേന്ന് വിളിച്ചോ, ഉള്ളേന്ന് വിളിച്ചോ, ചങ്ക് തുറന്ന് വിളിച്ചോ, കർത്താവേ എന്ന് വിളിച്ചോ. എന്നിട്ട് ആ സഹോദരനെ യേശു സൗഖ്യമാക്കി. തിരിഞ്ഞു നോക്കാതെ കയ്യിലും കുഞ്ഞുമായിരിക്കുന്ന ബ്രദർ, ആ കയ്യിലും ഓടിവാ മോനെ, നിന്നെ യേശു തൊടുന്നു. യേശു എന്നെ തൊട്ടു, പുതുജീവൻ നൽകി, ചുമല ഉടുപ്പിട്ട കൊച്ചിനെ കൊണ്ട് നിൽക്കുന്ന ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആ മകന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. നിന്റെ ഭാര്യ വന്നിട്ടുണ്ടെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോവാ. 2 പേരുടെ മേലും സൗഖ്യവും ജീവനും വ്യാപരിച്ചു. സാറി കസേരയിലോട്ട് ഇരിക്കണം. എന്റെ പ്രിയൻ യേശുവേ, മകനെ ഓടി വരിക. നീ ആരാ, ഏതാ, എന്താ? എന്താന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ അവിടെ നിന്നപ്പം ഞാൻ കണ്ടു
നിന്നെ യേശു തൊടുന്നത്. അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചേ. ഇപ്പൊ യേശുവിനെ ധ്യാനിച്ചോ, നീ സൗഖ്യമാവും, നിന്റെ കുടുംബം രക്ഷപ്പെടും, ശാപം പൊട്ടും, മതിയെന്ന് പറയുവോളം അനുഗ്രഹം പ്രാപിക്കും. കണ്ണടച്ചോ നിങ്ങൾ രണ്ടുപേരും. ഈ രാത്രി യേശു തൻ്റെ കരവുമായി നിങ്ങളുടെ സമീപത്തേക്ക് വരികയാണ്. ആ വ്യക്തിയെ യേശു തൊട്ടുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് ഓ ഇതാണ്ടെ ഇയാളുടെ മേൽ നിന്ന് ആ ശാപം പൊട്ടുക. ഇയാളുടെ ശരീരത്തിൽ നിന്ന് ആ ശാപം പൊട്ടി വീഴുക. കണ്ടോണം, നിങ്ങൾ കണ്ടോണം. ഇതാണ്ട് അഴിയുന്നു. Get out in Jesus name. ഇറങ്ങിപ്പോ. ഇവൻ മതി എന്ന് പറയുവോളം വർദ്ധിക്കപ്പെടാൻ പോവാ. പരിധിയില്ലാതെ വർദ്ധിക്കപ്പെടാൻ പോവാ ഇവൻ. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ജീവചരിത്രം ഇന്ന് മാറുകയാ. മരണശക്തി പിടിച്ചു ഇവളുടെ മേലേക്ക് ആ ജീവൻ ഇറങ്ങുകയാ. കർത്താവേ, ആ ശക്തി ഈ മകളുടെ മേൽ ഇറങ്ങട്ടെ. ആ ഉയർത്തെഴുന്നേറ്റവന്റെ മകത്ത് ഇറങ്ങട്ടെ. ഈ ബ്രദറിനെ എഴുന്നേപ്പിച്ച് നിർത്തിക്കോ. ഇങ്ങോട്ട് പോരെ. ഇവിടെ നിന്നോ. എന്താ സാറേ പേര്? രാജമണി. ഈ രണ്ടും ഉയർത്തിപ്പിടിച്ചോ. രാജമണി ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ ഹാർട്ട് ബ്ലോക്കുകൾ യേശു തുറക്കുക. നിന്റെ ചെസ്റ്റിനകത്ത് 87, 63, 42% അടഞ്ഞിരിക്കുന്ന 3 അടപ്പുകളുണ്ട്. ഇത് നിനക്കറിയാം. യേശുവിൻ നാമത്തിൽ 3.5 മാസം മുമ്പ് മുതൽ വലത്തോ ഇടത്തോ കൈകൾ കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ചൂണ്ടലിട്ട് വലിക്കുന്ന പോലെ ഒരസ്വസ്ഥത നീ അനുഭവിച്ചുകൊണ്ടിരിക്കുക. യേശു എന്നോട് പറയുന്നു, രാജമണി, ശരിയാണോ ഞാൻ ഈ പറയുന്നേ? അതെ അതെ അതെ. ഇന്ന് ആദ്യമായിട്ടാണോ നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരുന്നേ? ഇവിടെ ആദ്യമായിട്ടാ വരുന്നേ? യേശു നിങ്ങളെ കണ്ടു മകനെ. ഓ, രാജമണിയുടെ ഹാർട്ട് ബ്ലോക്കുകൾ അഴിയുന്ന വേണമെങ്കിൽ കണ്ടോ, വേണമെങ്കിൽ കണ്ടോ, വേണമെങ്കിൽ എല്ലാവരും കണ്ടോ. ആഴിയട്ടെ. അറ്റാക്ക് വന്ന് ചാകേണ്ടവനല്ലിവൻ, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാക്ഷിയാകേണ്ടവനാ. ഈ സമയത്ത് ദൈവശക്തി അടിക്കട്ടെ. ടച്ച്. The power of Jesus. രാജമണിയുടെ ഉടുപ്പെ ചെളി പറ്റിയാലല്ല, രാജമണി സൗഖ്യമായി. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തു, യേശുവിന്റെ നാമത്തെ പ്രകീർത്തിച്ചു. അവിടുന്ന് ജീവിക്കുന്ന സത്യ ദൈവമാണ്. അവിടുത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഒന്ന് ഉള്ളു തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചേ. എഴുന്നേപ്പിച്ചേ, ഈ മകളെ എഴുന്നേപ്പിച്ചേ. മോനെ, നീ എഴുന്നേറ്റ് നിൽക്കടാ. പല ശരീരങ്ങളിലേക്കും സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പല ശരീരങ്ങളിലേക്കും. ആ മകള് സൗഖ്യമാകുന്നു. ആ വെള്ള സ്കാർപ്പ് തലയിൽ കിട്ടിയ മതിലിനപ്പുറത്ത് നിൽക്കുന്ന ആ ചേച്ചി വരെ സൗഖ്യമാകും. ഇത് കേൾക്കുമ്പോ ചേച്ചി ഓടിപ്പോകുന്നു വേണ്ട, അവിടെ നിന്ന് യേശുവെന്ന് വിളിച്ചു. സൗഖ്യമാവുക. ആ മകള് അവള് സൗഖ്യമാകുന്നു. അവളെ എഴുന്നേപ്പിച്ചു. ഒരു ഭയങ്കര ദൈവശക്തി ആ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. നിർത്താൻ കഴിയാത്തൊരു ദൈവശക്തി. കർത്താവ് ആ മകളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശുവേന്ന് വിളിച്ചോ, യേശുവിന്റെ നാമം വിളിച്ചോ. ഹല്ലേലൂയ. ബ്രദറെ, യേശു നിന്നെ തൊടുന്നുണ്ട്. ഒന്ന് വിളിച്ചേ, ആ നാമത്തെ ഒന്ന് വിളിച്ചേ. യേശുവേന്ന് വിളിച്ചേ. ആ പരിശുദ്ധ നാമത്തെ ഒന്ന് അതരം കൊണ്ടൊന്ന് ഉയർത്തി. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. ആ നാമത്തെ ഒന്ന് ഉയർത്തിക്കേ. എണീറ്റോ സാറേ? എണീറ്റ് പോരെ. വാ, ഇങ്ങോട്ട് നിന്നോ. ഇങ്ങോട്ട് നോക്കിയേ. 20 വർഷം നിങ്ങളെ അനുഗമിച്ച ഭയവും രോഗവും ഒരൊറ്റ നിമിഷം കൊണ്ട് പുറത്തു വാ.
കർത്താവിന്റെ ശക്തി അടിക്കുന്നു, കർത്താവിന്റെ ശക്തി അടിക്കുന്നു. 20 വർഷത്തെ കെട്ടുകൾ പൊട്ടുന്നു. എല്ലാ മക്കളും ഒന്ന് കണ്ടേ ഈ മകനെ. അഴിയട്ടെ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. ചങ്കിലെ ചോര കൊണ്ട് ഈ മകനെ യേശു കഴുകിയതാ, യേശു കഴുകിയതാ, യേശു കഴുകിയതാ. ഈ നെഞ്ചിലേക്ക്, ഇവിടേക്ക് കർത്താവിന്റെ ശക്തി അടിക്കട്ടെ. ഈ വയറ്റിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഈ വലത്തെ കാലിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഈ ഇടത്തെ കാലിലേക്ക് യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഈ നട്ടെല്ലിലേക്ക് യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. യേശു മകനെ സൗഖ്യമാക്കുന്നു. കരമടിച്ചുകൊണ്ട് ഈ യേശുനാഥനെ സ്തുതിക്കാൻ തുടങ്ങി. സന്തോഷം തന്ന യേശു നല്ലവൻ, ഒന്ന് കരമടി. യേശു നല്ലവൻ, യേശു നല്ലവൻ, സർവ്വവല്ലഭൻ. യേശു ജീവിക്കുന്നു. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന സഹോദരങ്ങളെ, അവിടുത്തെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അറിയുന്ന യേശു ഏതോ ഒരു മതത്തിന്റെ ദേവനല്ല. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജാതിയോ മതമോ കുലമോ വംശമോ നോക്കാതെ വ്യക്തികളെ തൊടുന്നവൻ. അവിടുത്തെ പേരത്ര യേശു. അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു നിങ്ങളെ തൊടുവാൻ, നിങ്ങളെ സ്പർശിക്കുവാൻ. അവിടുത്തെ ജീവൻ വിശ്വസിക്കുന്നവരുടെ മേൽ യേശു അയച്ചുകൊണ്ടിരിക്കുന്നു. ബലഹീന ശരീരങ്ങളെ യേശു സൗഖ്യമാക്കുന്നു. അവിടുത്തെ ജീവൻ, സമൃദ്ധമായ ജീവൻ. മകനെ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. യേശു നിന്നെ സൗഖ്യമാക്കുന്നു. യേശു നിന്നെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ മഹത്വം നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നു. ഒരു വലിയ അഭിഷേകം, ഒരു വലിയ അഭിഷേകം ഈ മനുഷ്യന്റെ മേൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആള് മാറിനെ പോലെയാകട്ടെ. ഒന്ന് വിളിച്ച സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് പേരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അവരുടെ കരം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. പഠിക്കേ. യേശു നല്ലവൻ, യേശു നല്ലവൻ, സർവ്വവല്ലഭൻ. വരിക. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. നിനക്കൊന്നൊരു പുതിയ ജീവിതം യേശു തരികയാണെന്ന് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശു നിന്നെ തൊടുന്നു കൂട്ടാ. അവന്റെ ശക്തി നിന്റെ മേൽ വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ഞാൻ ഈ യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുള്ള യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോൾ ഭാരമുണ്ട്. ആരൊക്കെ എൻ്റെ കൂടെ കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും? കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, എത്ര പേര് പ്രാർത്ഥിക്കും? യേശുവേ, കരമുയർത്തിക്കാട്ടെ, കരമുയർത്തിക്കാട്ടെ. 2 കരമൊന്ന് ഉയർത്തിക്കാട്ടെ. 2 കരം ഉയർത്തിക്കാട്ടെ, 2 കരം ഉയർത്തിക്കാട്ടെ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ, യേശുവേ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ആരാ സ്റ്റേജിലുള്ള ചേർന്ന് പ്രാർത്ഥിച്ചേ? യേശുവേ, യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർക്ക് വേണ്ടി ക്രൂശിൽ സകലവും ചെയ്തു കഴിഞ്ഞവനെ, മദ്യത്തിന്റെ പിടിയിലായി, കേസുകളിലായി, ജീവിതം നശിച്ചു പോകുന്ന യൗവനക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ സമാധാനം കൊണ്ട് ഈ ദേശം നിറയട്ടെ. അവിടുത്തെ രക്ഷ കൊണ്ട് ഈ ദേശം നിറയട്ടെ.
നാഥ, യേശുനാഥ, യേശുനാഥ, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ, സഹോദരങ്ങൾ, യൗവനക്കാർ, വലിയ യൗവനക്കാരുടെ കൂട്ടം വലിയ യൗവനക്കാർ കൂട്ടം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രരാവട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ക്രൂശിൽ യേശു അവർക്ക് വേണ്ടി മരിച്ചു എന്ന ബോധ്യത്തിൽ എല്ലാ മക്കളും നിറയട്ടെ. യേശുനാഥ, അവിടുത്തെ രക്ഷയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ഈ വലത്തു വശത്തിരിക്കുന്ന മക്കള് ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ ഈ വലത്തു ഭാഗത്തിരിക്കുന്ന മക്കള് ഇപ്പോൾ സൗഖ്യമാകുവാൻ തയ്യാറാവുക. നിങ്ങൾ ഇരിക്കുന്ന ഈ വശത്തേക്ക് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഈ വശത്തിരിക്കുന്ന അത്രയും പേര് യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. നിങ്ങൾക്ക് സൗഖ്യത്തെ തരുവാൻ അവിടുന്ന് മതിയായവനായിട്ട് വന്നിരിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുക. ഉള്ളു തുറന്ന് യേശുവേ എന്ന് വിളിക്കുക. യേശുവേ എന്ന് വിളിക്കുക. ഇതാണ്ട് ഈ അച്ചായനെ യേശു സൗഖ്യമാക്കുന്നുണ്ട്. അച്ചായനൊന്ന് എഴുന്നേറ്റ് ആ മരത്തിൻ്റെ ചോട്ടിലൊന്ന് പോയി നിന്നേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇച്ചിരി ഇറങ്ങി നിന്നു. അച്ചായ എന്ന് ഇവിടെ വിളിക്കത്തില്ലല്ലേ, കോട്ടയംകാരുടെ വിളിക്കാല്ലേ. ചേട്ടാ എന്താ വിളിക്കുന്നത്? ചേട്ടാ, ചേട്ടാ, ചേട്ടാന്ന് വിളിക്കാം. ഓക്കെ ചേട്ടാ. ഹല്ലേലൂയ. നിങ്ങളെ വലച്ച എനിക്കിതിന് ഓളയും കിട്ടുന്നില്ല. നിങ്ങളെ വലച്ച വർഷങ്ങൾ കൊണ്ട് നിങ്ങളെ പിന്തുടരുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു നിഴല് പോലെ പല സമയത്ത് നിങ്ങളെ ആക്രമിച്ച് നിങ്ങളുടെ പിന്നാലെ നടന്ന ആ രോഗ നിഴൽ ഇപ്പോൾ ഇറങ്ങിപ്പോവുകയാണ്. ഓഫ്, ടച്ച്, 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 ടച്ച് ഓഫ് ജീസസ്. ആ മനുഷ്യൻ രക്ഷപ്പെടുക കേട്ടോ. മക്കളെ മാറിക്കണം. ആ മനുഷ്യൻ രക്ഷപ്പെടുക. ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്ഷ ഇപ്പോൾ തന്നെ അതിന്റെ മഹത്വം യേശുവിന്റെ നാമത്തിൽ ഈ മകന്റെ മേൽ വ്യാപരിക്കട്ടെ. എൻ്റെ യേശുനാഥ, അങ്ങെല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ ഈ മകന് വേണ്ടി. ഇന്ന് ഈ മനുഷ്യൻ വിടുവിക്കപ്പെടട്ടെ. നീ ആള് രക്ഷപ്പെടട്ടെ. നീ യേശുവെ എന്ന് വിളിച്ച മോളെ, നിന്നെ യേശു സൗഖ്യമാക്കും. വിളിച്ച മോളെ യേശുവെ എന്ന് വിളിച്ചോ, നിന്നെ കർത്താവ് സൗഖ്യമാക്കും. ഹാർട്ടിൻ്റെ സർജറി ജനിച്ചത് മുതലേ ചെയ്യണമെന്ന് പറഞ്ഞു. എപ്പോഴും 6 മാസത്തേക്ക് നീട്ടി വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞിന് വേണ്ടി. എന്നാ കുഞ്ഞ് സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ നീ കുഞ്ഞ് സൗഖ്യമാകും. ഇതിനിപ്പോ 1 വയസ്സായോ? 2 വയസ്സും 1 മാസം. 2 വയസ്സായോ? പ്രാർത്ഥിക്കുന്ന യേശുവേ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ഓ, ഈ കുഞ്ഞിന്റെ വാൽവുകൾ ഇപ്പോൾ പുതിയതാകട്ടെ. വാൽവുകൾ ഇപ്പോൾ പുതിയതാവട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പുതിയ വാൽവിനെ സൃഷ്ടിക്കുന്നു. പുതിയ വാൽവിനെ സൃഷ്ടിക്കുന്നു. 2 ഹോളുണ്ട്. 2 അല്ല, നമ്മുടെ അവിടെ ഒരു മീറ്റിംഗില് അടഞ്ഞത് 4 ഹോളാണ്. 17 ലക്ഷം രൂപ അല്ലേ? നമ്മുടെ ആ സഹോദരിയുടെ പേരുണ്ടായിരുന്നു, ഓട്ടോയെ വരുന്ന ഷാനിയുടെ അനിയത്തിയുടെ കുഞ്ഞിന് തിരുമല കൺവെൻഷന് ഓട്ടോയിൽ അവർ വരുന്നത്. ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ടോ? ഷാനി വന്നിട്ടുണ്ടോ? ഇല്ല. ഓട്ടോയിലാ വരുന്നത് അവര്. ഗ്രേസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ എഴുതിയ ഒരു ഓട്ടോയാ, അങ്ങനെ എനിക്കറിയാവുന്നത്. അപ്പൊ അവിടുത്തെ കുഞ്ഞിന് 6 ഹോളായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ഉപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞ് മരണാസനയായിരിക്കുന്ന സമയത്താണ് തിരുമല അല്ലേ, തിരുമല മീറ്റിങ്ങിന് വരുന്നത്. അന്ന് അവിടെ വെച്ച് അവരങ്ങ് വിശ്വസിച്ചു. യേശു അവരെ അങ്ങ് തൊട്ടു. ഈ ചക്കരക്കുട്ടനെ അങ്ങനെ തന്നെയാ ചെയ്യാൻ പോണം, ഇവനെ അങ്ങനെ തന്നെയാ ചെയ്യാൻ പോണം. ഇവന് വലിയ ശുശ്രൂഷകനാകട്ടെ. ഇവൻ അനേക രാജ്യങ്ങൾ യേശുവിനെ പ്രസംഗിക്കാനുള്ളവനാണ്. യേശുവിന്റെ നാമത്തില് ഈ കുഞ്ഞിന്റെ വാൽവിന്റെ ഹോളുകൾ ഇപ്പോൾ അടയട്ടെ. ചങ്കിലെ ചോര കൊണ്ട് വിടുവിച്ചെടുത്ത യേശുനാഥ, ആ മഹത്വം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഈ കുഞ്ഞിന്റെ അപ്പൻ എന്ത് ചെയ്യും? സ്ഥലത്തില്ല. ഇതിന്റെ അമ്മയുണ്ടോ? ഇതിന്റെ അമ്മയെ യേശു സൗഖ്യമാണ്.
അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ശരീരത്തിൽ അലർജി ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് ഞാനിപ്പോ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നു. ഈ കുഞ്ഞിന്റെ അമ്മയുടെ ശരീരത്തിലെ അലർജി സൗഖ്യമാവും. ഷൂ അല്ല ഊരി മേടിക്കാതെ, ഷൂ ഊരി പോയതല്ലേ. ഈ കുഞ്ഞിന്റെ അമ്മയുടെ ഇവന്റെ അപ്പനും സൗഖ്യമാവും. കരമടിച്ചോന്ന് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങൾ ആദ്യമായിട്ട് വരുവാണോ ഇന്ന്? മീറ്റിങ്ങിന് ആദ്യമായിട്ടാണ് അവിടെ. എന്റെ സഹോദര, യേശു പറയുന്നു ഈ മകന്റെ അമ്മ ഇപ്പൊ ഈ റൂമിൽ നമ്മൾ ഇറങ്ങി വരുന്ന ഹോളിന് ഇവിടെ എന്നാ പറയുന്നത്? ഈ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് ഇവിടെ എന്താ പറയും? തിരുവനന്തപുരത്ത് എന്താ പറയും? ഹോള്. ഇവന്റെ അമ്മ ഇപ്പൊ ഹോളിലിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവളിപ്പോ സൗഖ്യമാവുക അവിടെ. ഇപ്പൊ ഫോൺ നമ്പർ ഉണ്ടോ? വിളിച്ചേ, ഈ കൊച്ചിനെ ഒന്ന് എടുത്തേ. ഫോണ് എടുത്തില്ല. ഒരു ഫോൺ കൊടുക്ക. അവളുടെ ശരീരത്തിൽ ഇപ്പൊ ചൂട് തട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. വിളി. ഇപ്പൊ ഇങ്ങനെയാ ചോദിക്കണ്ടേ? മോളെ എന്താ പേര്? അമ്പിളിക്കുട്ടി. മോളെ, നിന്റെ ശരീരത്തില് ഇപ്പോ ചൂട് അനുഭവപ്പെട്ടോ? ശരീരത്തിൽ തല മുതൽ പാദം വരെ ഒരു ചൂട് അനുഭവപ്പെട്ടോ എന്ന് ചോദിക്കുക. അതവിടെ സംഭവിച്ചു കഴിഞ്ഞു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എന്നാ പറ്റി കുഞ്ഞിനെ? ജന്മനാ കേൾവിയില്ല. ആഹാ, യേശുവേ, ഇന്ന് ഇവൾക്ക് പുതിയ ചെവി സൃഷ്ടിച്ചാട്ടെ. ചെകിവിടറിൻ ചെവികളെ കിട്ടിയോ? കിട്ടിയോ? അത് കിട്ടി. കരമടിച്ചോ യേശുവിന് മാത്രം കൊടുത്തേ. ഓ ശക്തിയോടെ ഹോളില് ഹോളിൽ ഇരിക്കുകയെന്നല്ലേ പറഞ്ഞേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹോളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞു? അതെ അതെ അതെ. ശരീരത്തിൽ തല മുതൽ പാദം വരെ ചൂട് തട്ടി എന്നല്ലേ പറഞ്ഞേ? അതെ അതെ. യേശു ജീവിക്കുന്നു. കരമടിച്ച യേശുവിനെ. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കുഞ്ഞിന് ജന്മനായില്ലാത്ത കേൾവി ഇപ്പോൾ തിരിച്ചു വരട്ടെ. ഈ സമയത്ത് തന്നെ ഇവൾക്ക് തിരിച്ചു വരട്ടെ. എത്ര വയസ്സുണ്ട് നിങ്ങളുടെ മോൾക്ക്? 19. ജന്മന 19 വർഷമായി ഇതില്ലാത്ത കുഞ്ഞായത്. അതെ. തള്ളിപ്പിടിച്ച് ഇങ്ങോട്ട് തള്ളിപ്പിടിച്ച്. കർത്താവിന്റെ മഹത്വം നിങ്ങൾ കണ്ടോണേ, 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 കണ്ടോണേ. ബ്രവിലേ കണ്ടോണേ. ആ ചെവിയിലേക്ക് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടവരെല്ലാം കണ്ടോണേ. വലിയ പരിപാടിയാ. യേശു ഇവിടെ വന്നിരിക്കുക. എന്നതായി വിചാരിക്കുന്നത്? എന്നതായി വിചാരിക്കുന്നത്? യേശു ഇവിടെ വന്നിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ ചെറുപ്പക്കാരാ, എഴുന്നേറ്റ് ഒന്ന് കരമടിച്ചടാ കൂട്ട. ഇങ്ങോട്ടൊന്ന് വന്നേ. ഹല്ലേലൂയ. യേശു ഇവിടെ വന്നിരിക്കുക. ഒന്ന് പറഞ്ഞേ. യേശു ഇവിടെ വന്നിരിക്കുകയാണ്. ആ മകള് സൗഖ്യമായപ്പോ തന്നെ നിന്റെ ജീവിതത്തെ യേശു അങ്ങ് മാറ്റിമറിച്ചു കേട്ടോ. ആ സഹോദരി ആരാധന കൊടുക്കുമ്പം, ആ കറുത്ത ഷോൾ ഇട്ട സഹോദരി ആരാധന കൊടുക്കുമ്പം, എൻ്റെ പ്രിയ മകളെ, നീ ആരാധന കൊടുക്കുമ്പോൾ വലിയ കാര്യം നിന്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. നീ യേശുവേ എന്ന് വിളിച്ച് ആരാധന കൊടുക്കുമ്പോൾ നിന്റെ തൊണ്ടയിൽ നിന്ന് വലിപ്പമുള്ള ഒരു കട്ടി യേശു വലിച്ചു പറിച്ചു കളയുന്നു. ആ മകളെ സ്റ്റേജിലേക്ക് വേഗത്തിൽ കൊണ്ടുപോവാ. അവൾക്ക് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ അവളുടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ മഹത്വം വ്യാപരിച്ചിറങ്ങുന്നു. വേഗം കൊണ്ടുവരിക, എന്നെ പിടിച്ചു കൊണ്ടുവരിക, പെട്ടെന്ന് കൊണ്ടുവരിക. ഓ ഹല്ലേലൂയ. എല്ലാവരും കണ്ണു തുറന്ന് കണ്ടോണം.
ഈ മകളുടെ മേൽ ഇറങ്ങുന്ന ദൈവ മഹത്വത്തെ മകളെ ഇങ്ങോട്ട് ഓടി വരിക. യേശുവേ നന്ദി. എന്താ നിന്റെ പേര്? പറ. സോണിയ. നീ അവിടെ നിന്നപ്പോൾ യേശു നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ തൊണ്ടയിൽ നിന്ന് ഒരു വലിയ കട്ടി എടുത്തു മാറ്റുകയാണെന്ന്. ശരിയാണോ ഞാൻ ഈ പറഞ്ഞേ? നിന്റെ തൊണ്ടയിൽ കട്ടിയിരിപ്പുണ്ടോ? തൊട്ടേ പിടിച്ചേ അതേലെ. യെസ്. എത്ര വലിപ്പമുണ്ട്? കൈകൊണ്ട് കാണിച്ചേ. എത്ര വലിപ്പമുണ്ട്? കൈകൊണ്ട് കാണിച്ചേ. ഇത്രയുണ്ട്. അതിലോട്ട് പിടിച്ചു. This is your time. Touch. അവളുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നു. യേശുവിന്റെ മഹത്വം അവളുടെ മേൽ ഇറങ്ങുന്നു. യേശുനാഥൻ അവളെ തൊടുന്നു. ആ വലിയ മുഴയാ പലരും ആരാധന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവേ എന്ന് വിളിച്ചു. ഇതാ ഈ അമ്മയെ വിളിച്ചേ. അമ്മ ഇങ്ങോട്ട് ഓടി ഇറങ്ങി വന്നേ. മകളെ ഇങ്ങനെ വിളിക്കേ. തപ്പ് ഉണ്ടോ അതവിടെ? ഇല്ല. ശരിക്കും നോക്ക്. ഇല്ല. എന്റെ യേശുപ്പച്ച എല്ലാം മാറ്റി തന്നു. യേശുവേ. ഇവളുടെ വീട്ടിൽ നിന്ന് വേറെ ആരാ വന്നിട്ടുള്ളേ? എന്താ മോളെ നിന്റെ പേര്? നീ ആദ്യമായിട്ടാണോ ഇന്ന് ഈ മീറ്റിങ്ങിന് വരുന്നേ? വന്നിട്ടുണ്ട്. ഇവളുടെ വീട്ടിൽ നിന്ന് വേറെ ആരാ വന്നിട്ടുള്ളേ? അവരൊന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വന്നേ. ആ രണ്ട് സഹോദരിമാരെ വേഗത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാട്ടെ. ഓടി വന്നാട്ടെ. ഓ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അവിടുന്ന് ജീവിക്കുന്ന സത്യ ദൈവമാണ്. ഹല്ലേലൂയ. ഓ ജീസസ്. യേശുവേ. ഇതാരാ ഇത്? ഇവളുടെ ആരാ ഇത്? അവളുടെ അനിയത്തിയാ ഇത്. എണീറ്റേ മകളെ, നീ കണ്ടിട്ടുണ്ടോ ഇത്? അവള് ഭാരപ്പെടുമായിരുന്നു. എപ്പോഴും എന്റെ അനിയത്തി ഭാരപ്പെടുന്നത് ഞാൻ കാണുമായിരുന്നു. നോക്കിക്കേ, അതവിടെ ഉണ്ടോന്ന് നോക്കിക്കേ. കരങ്ങളെ അടിച്ചുകൊണ്ട് സർവശക്തനെ സ്തുതിക്കാൻ തുടങ്ങി. ഓ, ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേർന്നേ. ഓ എന്റെ യേശുവേ, അവിടുന്ന് ജീവിക്കുന്ന ദൈവമായി. ഞാൻ പറഞ്ഞില്ലേ, സ്തുതികൾക്ക് യോഗ്യന് ആരാധന എന്ന് പാടുമ്പോ തന്നെ ഞാൻ കണ്ടു അത് അവിടുന്ന് അഴിഞ്ഞു വീഴുന്നത്. സഹോദരി, മകളെ കേറി നിൽക്കേ. ഇതിനെ ഈ മകളെ കയറ്റി നിർത്തും. അവിടെ നിന്നോ. ഞാൻ 1 2 3 4 വരെ കൗണ്ട് ചെയ്യും. ഞാൻ 4 വരെ എണ്ണുന്നതിനിടയിൽ നീ ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാശക്തി നിന്റെ ശരീരത്തിൽ വന്നടിക്കും. നിന്റെ ഫുൾ ബോഡി ഇന്ന് സൗഖ്യമാകും. Get ready. Number 1 2 3 4 in Jesus name. അവളുടെ ശരീരം സൗഖ്യമാകുന്നു. അവളുടെ ശരീരത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മഹത്വം കയറുന്നു. 2 കരവും അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. He is alive. അവൻ ജീവിക്കുന്ന ദൈവമായി ഇന്ന് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ മഹത്വം തിരിച്ചറിയുന്നെങ്കിൽ ഈ ആയിരങ്ങൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് യേശുവേ ആരാധന എന്ന് പറയാൻ തുടങ്ങിക്കേ. യേശുവേ ആരാധന എന്ന് പറയുവാൻ. ഓ പോരാ 2 കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സ്തുതികൾക്ക് യോഗ്യന് ആരാധന, സൈന്യത്തിൻ നാഥന് ആരാധന. എന്റെ മകളെ, എന്താ നിന്റെ ശരീരത്തിൽ സംഭവിച്ചത്? ഒരു ശക്തി എന്റെ മേൽ വന്നു. ആദ്യമായിട്ടാണോ സിസ്റ്റർ മീറ്റിങ്ങിന് വരുന്നേ? രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇതിനു മുമ്പ് എവിടെ വന്നിട്ടുള്ളേ? നെയ്യാറ്റിൻകരയിൽ വെച്ച്. നെയ്യാറ്റിൻകര സ്റ്റേഡിയത്തിലെ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഈ മീറ്റിങ്ങിന് വരാൻ കാര്യം? തൈറോയിഡിനാൽ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത്
നല്ല തടിയുണ്ടായിരുന്നു, ഇതിനേക്കാളും നല്ല തടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ പഠിക്കാൻ പോകുമ്പോഴെല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് മാത്രം എന്തോ ഇത്രയും തടിയൊക്കെ തന്നേന്ന് വിചാരിച്ചു. ഞങ്ങൾ വളരെയധികം കരഞ്ഞു. എന്തായിരുന്നു വണ്ണം ശരീരം വെക്കുന്നതിന്റെ പ്രശ്നം? എന്തായിരുന്നു? മെഡിക്കലി അൺഫിറ്റ് ആയിരുന്നു? അതെ, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിരുന്നു. ഹോർമോണിന്റെ ഇംബാലൻസ് നിമിത്തമായിരുന്നു ശരീരം. ഹൈപ്പോതൈറോയിഡ് ആയിരുന്നു അല്ലേ? അതെ, ഹൈപ്പോതൈറോയിഡിസം ആയിരുന്നു. ശരീരം വണ്ണം വെക്കുകയായിരുന്നു. അന്ന് മീറ്റിങ്ങിന് വരുമ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു? ഇപ്പോൾ 114 കിലോ ഉണ്ടായിരുന്നു. ജീസസ്. അന്ന് നെയ്യാറ്റിൻകരയിലെ മീറ്റിങ്ങിൽ അന്ന് എന്താ സംഭവിച്ചേ? ആരാധനയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എന്നെ ഇതിൻ്റെ ഇടയിലൊന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരിക്കും എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ എൻ്റെ പപ്പ മദ്യപാനിയാണ്. എൻ്റെ പപ്പയെങ്കിൽ എനിക്ക് രോഗം ഭേദമായില്ലെങ്കിലും സാരമില്ല, എൻ്റെ പപ്പയുടെ മദ്യപാനം മാറണമെന്ന് വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശക്തി എൻ്റെ മേൽ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ചു ഞാൻ ചാടുമെന്ന് പേടിച്ച്. എനിക്ക് ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് വണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനി വല്ലതും ആരെങ്കിലും പറയുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. അപ്പോഴത്തേക്കും ബ്രദർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഹോർമോൺ ഇംബാലൻസ് എല്ലാം മാറാൻ. ഓ ജീസസ്. ആദ്യമായിട്ടാണ് സിസ്റ്റർ ഗ്രൗണ്ട് മീറ്റിങ്ങിന് വരുന്നത്. അതെ, മൈ ജീസസ്. ചില കാര്യങ്ങൾ കർത്താവ് ആ സമയങ്ങളിൽ അറിയിക്കാറുണ്ട്. അതറിയിക്കാതെ ഒരിക്കലും അത് നമുക്ക് അറിയാനായിട്ട് കഴിയുകയില്ല. നെയ്യാറ്റിൻകര സ്റ്റേഡിയത്തിലെ മീറ്റിങ്ങിന് ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയതിൻ്റെ നടുവിൽ സിസ്റ്റർക്ക് ഈ വിഷയമുണ്ടെന്ന് ആരോടേലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരോടും, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഇപ്പോൾ എന്നെ കാണുമ്പോൾ അതിശയത്തോടെ ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കിയതാണെന്ന് എല്ലാവരോടും പറഞ്ഞു. നെയ്യാറ്റിൻകര കൺവെൻഷനിലെ സജിത് ബ്രദറിന്റെ ആരാധനയുടെ ഭാഗമായിട്ട് എനിക്ക് സൗഖ്യം തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പോയി ഹോർമോൺ ബാലൻസ് ചെക്ക് ചെയ്തോ? ചെയ്തു. അപ്പോൾ എല്ലാം നോർമലായി. തൈറോയ്ഡ് എല്ലാം പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് മാറി. ഇപ്പോൾ വെയിറ്റ് ഒക്കെ കുറെ 80 കിലോ ആയിട്ട് ദൈവം. കരമടിച്ചോ യേശുവിനെ മാത്രം. 110 കിലോ അല്ലേ? 4 കിലോ. 114 കിലോ. സോളാർ സ്ലിം ഫെൽറ്റ് ഒക്കെ വെറുതെ ആവും. യേശു വെയിറ്റ് കുറയാൻ ഇനിയുള്ള കാലത്ത് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരാൻ പോവുക. ഹല്ലേലൂയ. യേശു ജീവിക്കുന്ന പ്രിയരെ. ഹല്ലേലൂയ. അവിടുത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കരമടിച്ച് ആ സർവശക്തനെ ഒന്ന് സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ. ഓ ജീസസ്. അമ്മ നിക്കവിടെ. അമ്മ അവിടെ നിന്നപ്പോ ഇങ്ങോട്ട് നോക്കമ്മ. അമ്മയുടെ പേരെന്നാ? അമ്മ അമ്മ അവിടെ നിന്നപ്പോ ആ മരത്തിന്റെ ചോട്ടിൽ ഈ ഗ്രാമത്തിൽ അമ്മ വന്ന് നിന്നപ്പോ യേശു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ജീവനൊഞ്ഞു വന്നേ, ഈ മകളുടെ ഇതാ ഇവിടെ 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 ഈ സ്പോട്ട് കണ്ടോ? ഞാൻ ഈ തൊടുന്ന സ്പോട്ട് കണ്ടോ? ഇവിടെ പറഞ്ഞു. ആ സ്പോട്ടില് ദൈവശക്തി അമ്മകളുടെ മേൽ അടിക്കുന്ന നിങ്ങളത് കണ്ടേ? Power of Jesus. Hallelujah. Jesus. Oh Jesus. 2015 കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അസൂയുള്ള ഒരു കരം അടിക്കണ്ട, അസൂയ ഇല്ലാത്തൊരു കരം അടിച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് ഇനിയുള്ള കാലത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഞാൻ സൗഖ്യമാക്കാൻ പോകുന്ന നിഴലടിച്ചാണ്. ജീസസ്. 10,000 പേര് യോഗത്തിന് വന്നാൽ 10,000 പേരുടെ മേലും കൈവെക്കണമെങ്കിൽ എത്രയോ മണിക്കൂർ വേണം. അതുകൊണ്ട് ഈ 2015 ഞാൻ ചെയ്യാൻ പോകുന്ന, നീ വല്ലയിടത്തൊക്കെ പോയി ചെന്ന് നിക്ക്, നിന്റെ നിഴല് തട്ടുമ്പോൾ ഞാൻ രോഗികളെ ഞങ്ങൾ അതിന് ടീമായി തയ്യാറായി കഴിഞ്ഞു. കഴിഞ്ഞ മോനെ എന്നായിരുന്നു നമ്മൾ ദുബായിൽ ശുശ്രൂഷക്കായിട്ട് പോയത്? 8, 9, 10 ഞങ്ങൾ ടീമായിട്ട് ദുബായിൽ ശുശ്രൂഷക്കായിട്ട് പോയി, അജ്മാനിലെ ശുശ്രൂഷക്കായിട്ട് പോയിരിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ അവിടെ കാണുകയായിരുന്നു. നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, നിഴല് തട്ടുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് സർവശക്തനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങുകയും, സ്തുതികൾക്ക് യോഗ്യനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങുകയും, സൈന്യത്തെ നാഥനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങുകയും,
അമ്മ ഇപ്പോഴും ഈ അമ്മയുടെ ശരീരത്തിലേക്ക് ദൈവശക്തി അടിക്കുന്നുണ്ടേ. നിങ്ങൾ കണ്ടോണേ. Oh, the touch of Jesus. ശരീരം മുഴുവൻ ദൈവശക്തിയാൽ നിറയട്ടെ. ഇപ്പൊ യേശു പറയുന്നു, ഞാൻ ഈ മകളെ എൻ്റെ അടിപ്പിണരാൽ സൗഖ്യമാക്കുകയാണ്. അയ്യോ എൻ്റെ അമ്മ, ആ സാധനം അവിടുന്ന് കർത്താവ് വലിച്ചെടുക്കുക, വലിച്ചു പറിക്കുക. അതേലും തൊട്ടോ, അതേലും തൊട്ടോ, അതേലും തൊട്ടോ, തൊട്ടോ. കൈ തൊടാൻ പറ്റില്ല. ആ സ്പോട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു. ഒന്ന് അതാ ജീസസ്, ജീസസ്. അത് തൊട്ട് പിടിച്ചോ, തൊട്ട് പിടിച്ചോ. സംഭവിച്ചുകൊണ്ടിരിക്കുക. ഗ്ലോറി ഓഫ് ജീസസ്. ഈ വസന്ത എന്ന് പറയുന്ന ഈ സഹോദരിയുടെ മേൽ ഭയങ്കരമായ ഒരു ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായ ഒരു ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഉയർത്തെഴുന്നേറ്റവന്റെ മഹത്വം ഈ മകളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഓ, ദ ടച്ച് ഓഫ് ജീസസ്. ആ സ്പർശനം അടിക്കട്ടെ. ഓ, അപ്രത്യക്ഷമാവട്ടെ. യേശുവിന്റെ നാമം അപ്രത്യക്ഷമാവട്ടെ, അപ്രത്യക്ഷമാവട്ടെ. കരമടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം. യേശു അത് എടുത്തു കഴിഞ്ഞു. യേശു അത് ഇന്നിവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്കറിയത്തില്ല എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾക്ക് ഇന്ന് രാത്രി ഈ ആയിരങ്ങൾ ഒരുമിച്ച് സാക്ഷിയാകാൻ പോവുകയാണ്. സ്തുതികൾക്ക് യോഗ്യനെ ആരാധിച്ച്, സൈന്യത്തിൻ നാഥനെ ആരാധിച്ച്, സഹോദരിമാരെല്ലാവരും ഒന്ന് ആരാധിച്ച്, ഹല്ലേലൂയ, സഹോദരന്മാരെല്ലാവരും ഒന്ന് ആരാധിച്ച്, കരമൊക്കെ ഒന്ന് അടിച്ചുകൊണ്ട്, പാട്ടുപുസ്തകമൊക്കെ താഴെ വെച്ചിട്ട് ആ കരമൊക്കെ ഒന്ന് അടിച്ചുകൊണ്ട് ഒന്ന് കർത്താവിനെ ഒന്ന് ആരാധിച്ചു. സ്തുതികൾക്ക് യോഗ്യന് ആരാധന, ദേവാദിദേവന് ആരാധന, കർത്താദി കർത്തന് ആരാധന, ദേവാദിദേവന് ആരാധന. പോയോ പോയോ എത്ര നാളായിട്ട് ഇതുണ്ടായിരുന്നു? 4 കൊല്ലം വരായി. മക്കൾക്കൊക്കെ അറിയാവോ തോനെ നാളായിട്ട് ഇതുണ്ടെന്ന്? ഉണ്ട്. എത്ര മക്കളുണ്ട്? 3 പെൺമക്കൾ. പെൺമക്കളുടെ പേര് പറ. അവര് വന്നിട്ടുണ്ടോ മീറ്റിങ്ങിന്? അനിത, അനിത, ചിഞ്ചു, പേരൊന്നും അറിയത്തില്ല. എന്താ ഇത്? ഹല്ലേലൂയ. ഇന്ദിര, മക്കൾ മൂന്നാത്തോളം പേര് ഇന്ന് കിരിയ. സ്തുതികൾക്ക് യോഗ്യന് ആരാധന, സൈന്യത്തിന്റെ ആരാധന. ഈ അമ്മയുണ്ടല്ലോ, യേശു സ്നേഹം കൊണ്ടങ്ങ് പൊതിയുവായിരുന്നു. ഹല്ലേലൂയ. അമ്മയെ സ്നേഹം കൊണ്ടങ്ങ് പൊതിയ. അമ്മ എത്ര വലിപ്പം ഉണ്ടായിരുന്നു ആ കട്ടിക്ക്? എന്നോടൊന്ന് പറഞ്ഞേ. അപ്പം പറഞ്ഞു മെഡിക്കൽ കളെ കൊണ്ട് പറഞ്ഞു അതിനെ പോകാൻ തന്നു പറഞ്ഞു. പൈസ മനസ്സിലാവുന്ന ഭാഷ പോന്തണമെന്നോ? ഓപ്പറേഷനാ ഉദ്ദേശിച്ചത്. നമ്മ കീറുന്നു ആപ്പുറം ചെയ്യുന്നു പറഞ്ഞു. അപ്പം പൈസ ഇല്ലാതെ തിരിച്ചു പോകുന്നു. എന്നാടാ ഭാഷ? എന്നാടാ പോന്തന? എന്റെ അമ്മ, ഇവിടെ വന്നിനി പുതിയ ലിപിയൊക്കെ പഠിക്കണം. എന്റെ യേശുവേ, ഹല്ലേലൂയ. വസന്ത അമ്മ ഇവിടെ വന്നപ്പോഴ് സത്യമായിട്ടും പ്രതീക്ഷിച്ചായിരുന്നോ ഇത് അപ്രത്യക്ഷമാകുമെന്ന്? ഇല്ല, ആദ്യമായിട്ട് വന്നത്. നിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത്? ശരി, ഹല്ലേലൂയ. ഇപ്പം വിശ്വാസമായി യേശുവിനെ. യേശു ജീവിക്കുന്നു. He is alive. My Jesus is alive. എൻ്റെ യേശു ജീവിക്കുന്നു. കരമടിച്ചുകൊണ്ടെന്ന് യേശുവിനെ. സ്തുതികൾക്ക് യോഗ്യന് ആരാധന, ദേവാദിദേവന് ആരാധന, കർത്താദി കർത്തന് ആരാധന, ദേവാദിദേവന് ആരാധന, കർത്താദി കർത്തന് ആരാധന. അയ്യൊന്ന് പൊട്ടിക്ക, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാതെ. ദേവാദിദേവന് ആരാധന, രാജാതിരാജന് ആരാധന, രാജാതിരാജന് ആരാധന. മക്കളെ, മോനെ, സംഘാടകര്, പിള്ളേരെ, മക്കളെ, ഒരു യോഗവും കൂടെ, ഒരു വരവൂടെ ഇങ്ങോട്ട് വരണ്ട വരും. ആമേൻ.
ഇതില് വലിയ ഗ്രൗണ്ട് ഉണ്ടോടാ? ഇവിടെ എവിടെ ഗ്രൗണ്ട് ഉണ്ട്? വെങ്ങാനൂർ സ്റ്റേഡിയം. ആ, തകർത്തു. ഒരു വരവൂടെ വരണ്ട വരും. കരം അടിച്ചോ. ദേവാദിദേവന് ആരാധന. ആരാധന കൊടുത്തു. ആരാധന. ദേവാദിദേവന് ആരാധന. ദേവാദിദേവന് ആരാധന. കർത്താദികർത്തന് ആരാധന. കർത്താദികർത്തന് ആരാധന. ശ്രുതികൾക്ക് യോഗ്യന് ആരാധന. സ്തുതികൾക്ക് യോഗ്യന് ആരാധന. ദേവാദിദേവന് ആരാധന. ദേവാദിദേവന് ആരാധന. കർത്താദികർത്തന് ആരാധന. കർത്താദികർത്തന് ആരാധന. യേശുദേവന് ആരാധന. യേശുദേവന് ആരാധന. 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 യേശുവേ. ആരാധന. ഹല്ലേലൂയ. യേശുവിന് ആരാധന. ഏറ്റവും പുറകില് അങ്ങ് എനിക്ക് കാണാൻ പോലും പറ്റാത്ത ദൂരത്തിൽ ഇരിക്കുന്നവര്, അവരുടെ മേൽ പോലും സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവിന്റെ മഹത്വം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേന്ന് വിളിക്കുക. എന്തൊക്കെയോ അടയാളങ്ങൾ, എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുമ്പോ, യേശുവേ എന്ന് വിളിക്കാമോ? വായ് തുറന്ന് വിളിക്കാമോ? വായ് തുറന്ന് വിളിക്കാമോ? കരങ്ങൾ അടിച്ചു വിളിക്കാമോ? കരങ്ങൾ അടിച്ചു വിളിക്കാമോ? നല്ലായിട്ട് നല്ലായിട്ട് യേശുവെന്ന് വിളിക്കാമോ? യേശുവെന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവെന്ന് വിളിക്കാമോ? കരമടിച്ചു വിളിക്കാമോ? കരമടിച്ചു വിളിക്കാമോ? അടേ അടേ അടേ. ആ മകൾ അത്ഭുതം പ്രാപിക്കുന്നു. ആ തലേ തുണിയിട്ട ആ സഹോദരി, നീ യേശുവേന്ന് വിളിച്ചോ? നിന്റെ ഭർത്താവ് വന്നിട്ടുണ്ടോ? ഓടിവാ മോനെ. യേശുവേ വിളിച്ചോ 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 വിളിച്ചോ. ബ്രദറോട് വാ. ഇവിടെ കയറുന്നില്ല. നിങ്ങളുടെ അപമാനം കയറുന്നില്ലടാ മോനെ. ഇവളുടെ തലയിൽ നിന്ന് അപമാനം എന്റെ യേശു എടുത്തു മാറ്റുന്നു. നിന്ദിക്കപ്പെട്ട് ഇവൾ ഇവിടെ നിൽക്കുന്നു. പക്ഷെ ഇന്ന് ഇവളുടെ ജീവിതത്തെ യേശു മാറ്റിമറിക്കുന്നു. ഞാനിത് പറയുമ്പോൾ യേശു എന്നോട് പറയുന്നു, ഇവൾ പ്രസവിക്കാൻ പോകുന്നു. ഇവൾ കുഞ്ഞിനെ സ്വീകരിക്കാൻ പോകുന്നു. മച്ചി എന്ന നിന്റെ പേര് മാറുന്നു. എന്റെ കർത്താവ് നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഞാൻ ഇവൾക്ക് വേണ്ടി എന്റെ അത്ഭുതവുമായിട്ട് ഇറങ്ങുന്നു. കർത്താവിന്റെ മഹത്വം. ഈ മകനെ പിടിച്ചോ. ഇവന്റെ ശരീരത്തിലെ ബ്ലഡ് കൗണ്ടുകളെ യേശു തൊടുന്നു. ഇവന്റെ ശരീരത്തിൽ രക്തത്തിലുള്ള ചൂട് ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇത് വലിയ അത്ഭുതമാ. ഈ കുടുംബത്തിൽ ഇത് വലിയ അത്ഭുതമാ. ഇതാ ദൈവശക്തിയെ മകന്റെ മേൽ അടിക്കുന്നു. ടച്ച്. നിറയട്ടെ 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 നിറയട്ടെ. മഹത്വം ഇറങ്ങി നിറയട്ടെ ആ ശരീരത്തിലേക്ക്. ഈ മകന്റെ മേലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശുനാഥന്റെ കരം അത് വ്യാപരിച്ചിരുന്നു. യേശുവിൽ ഒരു ജീവിതമുണ്ട്. യേശുവിൽ ഒരു ജീവിതമുണ്ട്. ആ വചനത്തിന്റെ ജീവൻ ഇവന്റെ ശരീരത്തിലേക്ക് വീഴട്ടെ. ആ മകനെയും യേശു തൊടുന്നു. വരിക ജീവിതമുണ്ട്. വരിക 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 ബ്രദർ. യേശുവേന്ന് വിളിച്ചോ. യേശു എന്നെ തൊട്ട്